സമരിയാക്കാരി സ്ത്രീ യേശു ക്രിസ്തുവിനെ കണ്ടുമുട്ടുന്ന, മെസ്സിയായെ കണ്ടുമുട്ടുന്ന ആ ഭാഗമാണ് നമ്മൾ ഇന്ന് ചിന്തിക്കാൻ പോകുന്നത്. നിങ്ങൾ എല്ലാവരെയും ഞാൻ വന്ദനം ചെയ്യുകയും സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു. കർത്താവിന്റെ വചനം നമുക്ക് എല്ലാവർക്കും ജീവന് വെളിച്ചമാകട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. കഴിഞ്ഞ ആഴ്ച നമ്മൾ കണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ദൈവത്തെ ആരാധിക്കുന്നവർ എങ്ങനെയുള്ളവരായിരിക്കണം എന്നുള്ള ദൈവത്തിന്റെ ആഗ്രഹത്തെ കുറിച്ചാണ്. He doesn't want worship from everyone. എല്ലാവരിൽ നിന്നും ദൈവം ആരാധന ആഗ്രഹിക്കുന്നില്ല എന്ന് നമുക്ക് ഒരർത്ഥത്തിൽ പറയാം. എല്ലാ മുഴങ്കാലും ഒരിക്കൽ അവനെ ഇഷ്ടമില്ലാത്തവരും അവനെ വെറുത്തവരും അവന്റെ ശത്രുക്കളും എല്ലാം അവന്റെ മുമ്പിൽ ഒരിക്കൽ മുട്ടുമടക്കുമെന്ന് നമുക്കറിയാം. പക്ഷെ ദൈവം അനുഗ്രഹിക്കുന്ന, ഇഷ്ടപ്പെടുന്ന, ദൈവം അംഗീകരിക്കുന്ന ആരാധന ചെയ്യുന്നവർ അതിപ്രകാരമുള്ളവരാകണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അവർ സത്യമുള്ളവരും ആത്മാവുള്ളവരും ആയിരിക്കണം. ആത്മാവിൽ സത്യത്തിൽ ആരാധിക്കുന്നവരെ മാത്രമേ അവരുടെ ആരാധന മാത്രമേ ദൈവം ഇഷ്ടപ്പെടുന്നുള്ളൂ. അവരുടെ മുമ്പിൽ അവരുടെ ആരാധന മാത്രമേ ദൈവത്തിന് മുമ്പിൽ അംഗീകരിക്കപ്പെടുന്നുള്ളൂ. അപ്പോ ആരാധകന്റെ ക്വാളിറ്റിയെ കുറിച്ചും കൂടിയാണ് കർത്താവ് അവിടെ പറയുന്നത്. ആരാധ്യന്റെ ക്വാളിറ്റി നമുക്ക് എല്ലാവർക്കും അറിയാം. ഗോഡ് ഈസ് അബവ് എവറിത്തിങ്. ദൈവം എല്ലാറ്റിനും മീത് ഉന്നതനായ ദൈവമാണ്, നമുക്കറിയാം. എന്നാൽ ആരാധകന്റെ ക്വാളിറ്റി എന്താണ്? ആരാധിക്കാൻ മുട്ടുമടക്കുന്ന ഒരാളുടെ ക്യാരക്ടർ എന്താണ്? നിങ്ങൾ വിചാരിക്കുമായിരിക്കും ഞാൻ ഈ നല്ല മനുഷ്യർ അല്ലെങ്കിൽ തെറ്റില്ലാത്തവർ അങ്ങനെയുള്ളവർ ആരാധിക്കണമെന്നാണ് പറഞ്ഞു വരുന്നത്. ഒരിക്കലും അല്ല. നോ, നമ്മളെല്ലാം അപര്യാപ്തതകളുള്ളവരാണ്. നൺ ഓഫ് us is പെർഫെക്റ്റ്. പക്ഷെ നമ്മൾ പെർഫെക്റ്റ് ദൈവത്തെയാണ്, ഒരു കുറവുമില്ലാത്ത ദൈവത്തെയാണ്. ഒരു പെർഫെക്റ്റ് ദൈവത്തെ അഭിമുഖീകരിക്കുമ്പോൾ നമുക്കുണ്ടാകേണ്ട ആദ്യത്തെ ഫീലിംഗ് ട്രൂത്ത് അബൌട്ട് മീ. ചേസ് എന്ന് പറയുന്ന ആളെ കുറിച്ചുള്ള ട്രൂത്താണ്. That truth is not very good really. കാരണം I know I cannot hold on to my merits and then worship the Lord. ഒരിക്കലും പറ്റില്ല. എന്റെ മെറിറ്റിൽ നോക്കി ഞാൻ ഇന്ന് നല്ലപോലെ ജീവിച്ചു അതുകൊണ്ട് കർത്താവിനെ, അങ്ങനെ പറയാൻ പറ്റില്ല. ഏറ്റവും വലിയ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരാധിക്കുന്നവൻ ബലഹീനായ ഒരു മനുഷ്യനാണ്. ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ ബലഹീനത അവരവരുടെ തെറ്റുകൾ കാണാൻ കഴിയുന്നില്ല എന്നുള്ളത്. അതുകൊണ്ട് മിക്കവാറും സമയത്തെല്ലാം നമ്മൾ സത്യമുള്ളവരാണെന്ന് നമ്മൾ വിചാരിക്കുകയാണ്. സോ വി ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് അവർ പ്രോബ്ലംസ്. അപ്പൊ നമുക്ക് തീർച്ചയായിട്ടും നമ്മുടെ സഹോദരങ്ങൾ പറയുന്നത്, നമ്മെക്കുറിച്ച് പറയുന്ന അവരുടെ കറക്ഷൻസ് നമ്മൾ ശ്രദ്ധിക്കണം. അതൊരു ഹംബിൾനെസ് ആണ്. നമുക്ക് മിസ്സായി പോയിട്ടുള്ള പല തെറ്റുകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും. സംതിങ് ദാറ്റ് വി മിസ്ഡ്. അത് വേറൊരാൾ കാണിച്ചു തരാൻ അവനെ അനുവദിക്കണം. ദാറ്റ്സ് ഹംബിൾനെസ്. ദൈവത്തിന് മുമ്പിലാണ് അതെല്ലാം കണ്ടെത്തേണ്ടത്. പക്ഷെ പലപ്പോഴും നമ്മൾ ദൈവത്തിന് മുമ്പിൽ കഠിനഹൃദയമുള്ളവരാണ്. പല സമയത്തും നമ്മൾ അത് മനസ്സിലാക്കുകയില്ല. അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും സഭ എന്ന് പറയുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാകുന്നത്. സഭയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം പരസ്പരം വിശദീകരിക്കുക എന്നുള്ളതാണ്. പരസ്പരം പാവബോധം വരുത്താനും പരസ്പരം ദൈവത്തിന് മുമ്പിലേക്ക് ഒരു പൂർണ്ണ മനസാക്ഷിയോടെ തകർന്ന ഹൃദയത്തോടെ വരുവാനാണ്. ട്രൂത്ത് എന്ന് പറയുന്നത് ഇറ്റ്സ് ട്രൂത്ത് അബൌട്ട് ഗോഡ്, ഇറ്റ്സ് ട്രൂത്ത് അബൌട്ട് മാൻ, ഇറ്റ്സ് ട്രൂത്ത് അബൌട്ട് മൈസെൽഫ്. ദൈവത്തെക്കുറിച്ചും മനുഷ്യനെ കുറിച്ചും പ്രത്യേകിച്ച് എന്നെ കുറിച്ചുമുള്ള ട്രൂത്ത്. സോ വി ഓൾ ഷുഡ് ബിക്കം വർഷിപ്പേഴ്സ് ഇൻ ട്രൂത്ത്. ആരാധിക്കുന്നവരെല്ലാം, നമ്മളെല്ലാം ആരാധ്യനായ ദൈവത്തിന് മുമ്പിൽ ആ ട്രൂത്തിൽ അവനെ ഫേസ് ചെയ്യുന്നവരായിരിക്കണം. വി നോ മെനി പീപ്പിൾ ഹു സോ ദ ലോർഡ്, ഹാഡ് എ വിഷൻ ഓഫ് ഹിം. അവിടെ എല്ലാം ആ ട്രൂത്തിലേക്ക് അവരെത്തുന്നത് നമുക്ക് കാണാം. പഴയ നിയമം മുതൽ അവസാനം വരെ കർത്താവിനെ കണ്ടുമുട്ടുന്നവരെല്ലാം ആ ട്രൂത്തിലേക്ക് എത്തുന്നത് നമുക്ക് കാണാം. ഞാൻ നമ്മുടെ സഭയായിട്ട് ഇവിടെ കൂടി വരാൻ തുടങ്ങിയിട്ട് എനിക്ക് തോന്നുന്നു 3-4 years മേലിലായിട്ടുണ്ടാവണം. മെമ്മറി സെർവ്സ് മീ വെൽ. ആദ്യകാലത്തൊക്കെ എല്ലാവരും മടുത്തുപോയ ഒരു കാര്യമാണ് ഞാൻ എപ്പോഴും ഈ സ്വയനീതിയെ കുറിച്ച് പറയുന്നത്. ദാറ്റ് വാസ് മൈ വൺ പ്രീച്ചിങ് പോയിന്റ് ഫോർ മെനി months.
സെൽഫ് റൈച്ചസ്നെസ്. എവിടെയെങ്കിലും അത് ചിലരെയൊക്കെ മടുപ്പിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഒരു കുടുംബം തന്നെ വേണ്ട എന്ന് പറഞ്ഞു വിട്ടു. കാരണം ദാറ്റ് സെൽഫ് റൈച്ചസ്നെസ് ആംഗിൾ, ഐ വാസ് ഓൾമോസ്റ്റ് ഒബ്സസ്ഡ് വിത്ത് ദാറ്റ്. കാരണം ഇന്ന് ലോകത്തിൽ കർത്താവിന്റെ അടുത്തേക്ക് ചെല്ലാൻ ഏറ്റവും വലിയ തടസ്സം എന്ന് പറയുന്നത് ദ തോട്ട് ദാറ്റ് ഐ എം റൈച്ചസ്, ഐ എം പെർഫെക്റ്റ്, ഐ എം നോട്ട് പെർഫെക്റ്റ്, ഐ എം ഗുഡ്. അതൊരു ട്രൂത്ത് അല്ലത്. ദാറ്റ്സ് ഫോൾസ്. ദാറ്റ്സ് ഫോൾസ് എന്നല്ല പറയേണ്ടത്, ദാറ്റ്സ് അൺട്രൂത്ത്. അങ്ങനൊരു വാക്കുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല, ബട്ട് ദാറ്റ്സ് അൺട്രൂത്ത്. ദാറ്റ്സ് ഫോൾസ് എന്ന് പറയുമ്പോൾ അങ്ങനെയല്ല അത്. ഞാൻ ഈ കാര്യത്തിൽ ഓക്കെ ആണ് എന്ന് പറയുന്നത് ഒരു അൺട്രൂത്ത് ആണ്, എപ്പോഴും അത് അൺട്രൂത്ത് ആണ്. ബിക്കോസ് ഓൺലി ക്രൈസ്റ്റ് ക്യാൻ ബി പെർഫെക്റ്റ് ആൻഡ് ക്രൈസ്റ്റ് ഈസ് ഓൺ ദ റൈറ്റ് സൈഡ് എവറി ടൈം. അപ്പൊ നമുക്ക് എപ്പോഴും ആ ട്രൂത്ത് എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് ഓൾവേസ് ഗുഡ്, ബട്ട് വി അണ്ടർസ്റ്റാൻഡ് ദ ഫേസ് ഓഫ് നമ്മളോട് ദൈവം കാണിക്കുന്ന കരുണ നമുക്കറിയാം, നമ്മെ ദൈവം സ്നേഹിക്കുന്ന സ്നേഹം നമുക്കറിയാം. സോ ഡിപ്പെൻഡിങ് ഓൺ ദാറ്റ് വി ആർ ഓൾവേസ് ഓക്കെ. അതുകൊണ്ടാണ് ഇഫ് യു ഹാവ് എ കോൺഫ്ലിക്ട് വിത്ത് യു, നിങ്ങൾക്ക് തമ്മിൽ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ട്, ഒരു വഴക്കുണ്ടെങ്കിൽ അതൊരു വിശ്വാസ സംബന്ധമായ വിഷയമല്ലെങ്കിൽ തീർച്ചയായിട്ടും അതിനകത്ത് രണ്ട് പാർട്ടികൾ ഉണ്ടാവും. ദർ വിൽ നോട്ട് ബി വൺ പാർട്ടി. എല്ലാ കോൺഫ്ലിക്റ്റിനും രണ്ട് പാർട്ടികളുണ്ട്. ഒന്ന് ക്ഷമിക്കുന്ന പാർട്ടി, ഒന്ന് ക്ഷമിക്കാത്ത പാർട്ടി, ഒന്ന് തല്ലുന്ന പാർട്ടിയും തല്ലാത്ത പാർട്ടിയും. തല്ലാത്ത പാർട്ടിയും പാപികളാണ്. ബിക്കോസ് ദേ അക്യൂസ് ദ അതർ പേഴ്സൺ, ഹോൾഡ് ദ അതർ പേഴ്സൺ ആസ് സിന്നർ. എന്ത് വന്നാലും ഇപ്പൊ എന്നെ ഒരാളെ ഇട്ട് തല്ലിയാലും ഐ ആം ഓൾസോ ഗിൽറ്റി ബിക്കോസ് ഐ ഡോണ്ട് ഫോർഗീവ് ഹിം, ഐ ഡോണ്ട് അക്സെപ്റ്റ് ഹിം. സോ ബോത്ത് വേസ് ഇഫ് യു എക്സാമിൻ അവർസെൽസ്, നമ്മളെ തന്നെ നമ്മൾ ഒന്ന് ഹാർഡായിട്ട് എക്സാമിൻ ചെയ്ത് കഴിഞ്ഞാൽ എവരി വൺ സ്റ്റാൻഡ്സ്. അവിടെ എല്ലാം ദൈവത്തിന്റെ കരുണയല്ലാതെ, അതിനാണ് ഈ സഭ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ്, ഒരു ബോഡി ദൈവം നമുക്ക് തന്നിരിക്കുന്നു. To see ourselves, to see ourselves in the mirror that our brother would hold for me. എന്റെ സഹോദരൻ എനിക്ക് വേണ്ടി വെക്കുന്ന ആ കണ്ണാടിയിലേക്ക് ഒന്ന് നോക്കാൻ വേണ്ടിയും കൂടെയാണ് സഭകൾ നമുക്ക് ആവശ്യമായി. സോ വി നീഡ് എ ചർച്ച്. നമ്മുടെ ചർച്ച ഇപ്പോൾ ഓൺലൈൻ ആണ്, അതുകൊണ്ട് ഒത്തിരി ആൾക്കാർക്ക് ഒരു ചർച്ച് എക്സ്പീരിയൻസ് വളരെ ലിമിറ്റഡ് ആണ്. അതുകൊണ്ടാണ് കഴിഞ്ഞ ആഴ്ച മുതൽ നമ്മൾ വെളിയിൽ നിന്നുള്ള ആളുകൾ കൂടെ, അതായത് നമ്മുടെ ഈ ലോക്കൽ ഫിസിക്കൽ ഇളംകുളം കൂടുന്ന ആ ഒരു ഫെലോഷിപ്പിന് വെളിയിലുള്ള ആളുകളും കൂടെ ഇതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യിപ്പിക്കാൻ നിങ്ങൾ ശ്രമിക്കുന്നു. സോ വി നീഡ് എ റിയൽ ചർച്ച് എക്സ്പീരിയൻസ് വേർ ഐ വുഡ് ഗെറ്റ് കറക്ഷൻ ആൻഡ് ഐ വുഡ് അക്സെപ്റ്റ് കറക്ഷൻ. ഞാൻ വിനയത്തോടെ കറക്ഷൻ സ്വീകരിക്കുകയും എന്താണ് എൻ്റെ ഭാഗത്ത് ഉണ്ടായെന്ന് അന്വേഷിക്കാൻ പറ്റുന്ന ഒരു ഹംബിൾനെസ് നമുക്ക് എല്ലാവർക്കും ഉണ്ടാക്കാൻ, ആ ട്രൂത്തിലുള്ള വർഷിപ്പിലേക്ക് അടുത്ത് വരുവാൻ, ദൈവത്തെ ആ ട്രൂത്തിൽ കാണുവാൻ നമ്മളെ ഇതെല്ലാം സഹായിക്കും. So no one can underestimate a church. Okay. അപ്പൊ ഇവിടെ കർത്താവ് പറയുന്നത് എങ്ങനെയുള്ളവർ എന്നെ ആരാധിക്കണം എന്നുള്ളതിനെ കുറിച്ചാണ്. കർത്താവിനെ ആരാധിക്കുന്നവർക്ക് എന്ത് ക്വാളിറ്റിയാണ് ഉണ്ടായിരിക്കുന്നത്? ഓക്കെ, അവിടെ പറയുന്നത് ദൈവം ആത്മാവാകുന്നു, അവനെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം. So the word of God holds a mirror for us. ദൈവത്തിന്റെ വചനം നമുക്കൊരു കണ്ണാടി വയ്ക്കുന്നു. ആ കണ്ണാടിയിലേക്ക് നമുക്ക് നോക്കുമ്പോൾ, നിങ്ങൾ ആരെങ്കിലും സ്വയം നീതിമാൻ ഇക്കാര്യത്തിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ കാര്യത്തിൽ നിങ്ങൾ നീതിമാൻ എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ യു ആർ നോട്ട് ലുക്കിംഗ് ഇൻ ദ മിറർ. So we can understand our infirmity in every angle, in every turn of our life. നമ്മുടെ ഇല്ലായ്മ നമുക്ക് ഏത് ജീവിത സാഹചര്യത്തിലും കാണാൻ പറ്റും, നമ്മുടെ അപര്യാപ്തത. ഞാൻ വർഷങ്ങൾക്ക് മുമ്പ്, മേ ബി 3-4 years back, this is an intimate thing that I am sharing with you. ഞാനിങ്ങനെ ആലോചിച്ചു, എന്തുകൊണ്ടാണ് എൻ്റെ ഭാര്യ പറയുന്നതല്ല എനിക്ക് ഇഷ്ടപ്പെടാത്തത്, ഞാൻ പറയുന്നത് എന്താണ് ഭാര്യയ്ക്ക് ഇഷ്ടപ്പെടാത്തത്. അപ്പൊ ഒരു ഇറിറ്റേഷൻ, അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഇറിറ്റേഷൻ, ഞാൻ പല സംസാരത്തിലും ഇത് പറഞ്ഞിട്ടുണ്ട്, ഒരു ഇറിറ്റേഷൻ ഉണ്ടാകും അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പൊ ഞാൻ ആലോചിക്കുന്നത് എന്തുകൊണ്ടാണ് ഈ ഇറിറ്റേഷൻ ഉണ്ടാകുന്നത്? ദാറ്റ് ഷുഡ് നോട്ട് ഹാപ്പൻ, ദാറ്റ് വാസ് നോട്ട് ദ നോം. അതായിരുന്നില്ല, അങ്ങനെ ആയിരുന്നില്ല. അപ്പൊ എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നത് എന്ന് ഞാൻ കർത്താവിനൊരിക്കൽ ചോദിച്ചു. ഇപ്പൊ കർത്താവ് പറഞ്ഞു, there's only one answer for that, അഗപ്പെ. നിനക്കറിയാം അഗപ്പെ എന്താന്ന്? അപ്പൊ എനിക്ക് മനസ്സിലായി, ഇങ്ങോട്ട് എങ്ങനെയാണോ ഇങ്ങോട്ടുള്ളത് വർദ്ധിക്കുമ്പോൾ അങ്ങോട്ടുള്ളത് കൂട്ടുക,
എന്ന് പറഞ്ഞാൽ നമ്മൾ ശരിക്കും കർത്താവിൽ നിന്ന് എന്താണ് പ്രാപിക്കുന്നത് അത് വർദ്ധിപ്പിക്കുക. ഒരാഴ്ച കഴിഞ്ഞപ്പം എൻ്റെ ഭാര്യ എന്നോട് ചോദിച്ചു, ഇദ്ദേഹത്തിന് എന്താ പറ്റിയത്, എങ്ങനെ ഇങ്ങനെ നന്നായത്? ഞാൻ പറഞ്ഞു, ഞാൻ നന്നായതല്ല, പിന്നെ നീ നന്നായില്ലെങ്കിലും കുഴപ്പമില്ലാന്ന് എനിക്ക് മനസ്സിലായതാണ്. അതാണ് അതിനകത്ത് റിയാലിറ്റി. സോ ഐ എക്സ്പ്ലെയിൻ ടു ഹെർ ആൻഡ് ഷി വാസ് ഹാപ്പി അബൌട്ട് ദാറ്റ്. അപ്പോഴാണ് ഈ ഒരു ഇറിറ്റേഷൻ മാറിയത്. സോ വി കനോട്ട് മീറ്റ് ഈവിൽ വിത്ത് ഈവിൽ. തിന്മ കൊണ്ട് നേരിട്ട് നമ്മൾ ഒരിക്കലും ജയിക്കില്ല. നമ്മുടെ ഹൃദയം കഠിനമാവുകയും നമുക്ക് വചനം ജീവനില്ലാത്തതായി മാറുകയും ചെയ്യും. ഏത് സാഹചര്യത്തിലും തിന്മയെ നന്മ കൊണ്ട് മാത്രമേ ജയിക്കാൻ പറ്റുള്ളൂ. ബിക്കോസ് വി ഹാവ് ബീൻ ഗിവൺ ആൻ അബണ്ടന്റ് സപ്ലൈ ഓഫ് ഗോഡ്സ് ഗ്രേസ് ആൻഡ് ഗോഡ്സ് കമ്മ്യൂണിക്കബിൾ ആട്രിബ്യൂട്ട്സ്. ദൈവം നമുക്ക് പകർന്നു തരുന്ന കൃപ എന്ന് പറയുന്ന ആ കൃപയുടെ തലം, അതിന് ലിമിറ്റ് ഇല്ല. ഒരു അൺലിമിറ്റഡ് ഫീൽഡാണ്. ആ അൺലിമിറ്റഡ് ഫീൽഡില് നമുക്ക് ദൈവം നമുക്ക് പകർന്നു തരുന്ന ഒരു ദൈവിക സ്വഭാവം. വർഷിപ്പർ ചെന്ന് നിൽക്കുന്നത് അവൻ ഒന്നും ഇല്ലാത്തവനായിട്ടാണ്. എനിക്ക് ഓഫർ ചെയ്യാൻ ഒന്നുമില്ല. മറ്റേ സാധാരണ എല്ലാ മതങ്ങളിലും there is something that you give the Lord, and in Christian worship you have nothing to offer. കാരണം ഓഫറിങ് കർത്താവ് ചെയ്തു, നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. there is nothing we can offer because the Lord has offered himself on the cross. അവനെ തന്നെ സമർപ്പിച്ചിട്ടാണ് നമ്മളോട് ആരാധിക്കാൻ പറയുന്നത്. സാധാരണ വിശ്വാസികളാണ് എന്തെങ്കിലും സമർപ്പിച്ച് മറ്റു മതങ്ങളിൽ ദൈവത്തെ ആരാധിക്കുന്നത്. The believers give something to the Lord. ഒരു തേങ്ങയായാലും മാങ്ങയായാലും ദൈവത്തിന് കൊടുത്തിട്ടാണ് എല്ലായിടത്തും വർഷിപ്പ് നടക്കുന്നത്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ അങ്ങനെ ഒന്നും കൊടുക്കാൻ പറ്റില്ല, നമുക്കൊന്നും അങ്ങോട്ട് ഓഫർ ചെയ്യാനില്ല. കർത്താവ് എല്ലാം ഇങ്ങോട്ട് തന്നിരിക്കുക, സാക്രിഫൈസിങ്. അവനെ തന്നെ തന്നു. എന്നിട്ട് പറയാണ്, എന്റെ യാഗത്തിലാണ് നിങ്ങൾ ആരാധിക്കുന്നത്. ദാറ്റ് ഇറ്റ്സെൽഫ് ഈസ് മേക്കിംഗ് us numb. ഒന്നും ചെയ്യാനില്ല. അപ്പോ ആ ഒരു ട്രൂത്തിലേക്ക് നമ്മൾ വരും. നമുക്ക് ദൈവത്തെ ആരാധിക്കുക എന്ന് പറയുമ്പോൾ വി ഓൾസോ റിസീവ് ഫ്രം ഹിം. അപ്പൊ ആരാധനയുടെ ഒരു പ്രധാന ഭാഗം എന്ന് പറയുന്നത് വി റിസീവ് ഫ്രം ഹിം എന്നുള്ളതാണ്. വി ഡോണ്ട് ഗിവ്, വി റിസീവ്. ഈ നൽകുന്നവനാണ് അധികാരി, നൽകുന്നവനാണ് ഉള്ളത്. ഈ വാങ്ങിക്കുന്നതിന്റെ ഒന്നും ഇല്ല. ഹീസ് എ ഡെസ്റ്റിറ്റ്യൂട്ട്. അവൻ അങ്ങോട്ട് കൊടുക്കാനൊന്നും ഇല്ല. എന്തു ഞാൻ ഏകിടും നിന്നുടെ പേർക്കായി ചിന്തിക്കുകയിൽ വെറുമേഴ ഞാനല്ലോ. അപ്പൊ ഇത് അബ്സല്യൂട്ട്ലി അങ്ങോട്ടൊന്നും കൊടുക്കാനില്ല. അപ്പൊ ഇങ്ങോട്ട് സ്വീകരിക്കുക എല്ലാം. അതിൽ ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് അവന്റെ ദിവ്യ സ്വഭാവത്തിന്റെ പങ്കാളികളായിട്ട് നമ്മൾ മാറുന്നതാണ്. ദാറ്റ്സ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് തിങ്. അപ്പൊ നമുക്ക് അവന് തരാനുള്ളത് എന്താണ്? അവന്റെ ജീവനാണ്. എവറി ടൈം ആ ജീവനാണ്. ആ ജീവന്റെ പങ്കാളിത്തമാണ് നമുക്ക് എപ്പോഴും വേണ്ടത്. ഓക്കെ. അപ്പോ ഇതിനകത്തെല്ലാം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഫേസ് ചെയ്യുന്ന ഓരോ സന്ദർഭത്തിലും ടു ബിക്കം എ ട്രൂ വർഷിപ്പർ വി നീഡ് ടു സീ അവേഴ്സെൽവ്സ് ഇൻ ട്രൂത്ത് ആൻഡ് റിമൂവ് അൺട്രൂത്ത് ഫ്രം us. ഞാൻ ആ വാക്ക് അൺട്രൂത്ത് എന്നങ്ങ് പ്രയോഗിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അത് ഗ്രാമാറ്റിക്കലി അങ്ങനെ വാക്കില്ല എന്നുള്ളതാണ് എൻ്റെ കൺവിക്ഷൻ. ഞാൻ അങ്ങോട്ട് വാക്ക് മനഃപൂർവ്വം പ്രയോഗിക്കുന്നതാണ്. കാരണം നമ്മൾ ട്രൂത്ത് എന്ന് വിചാരിക്കുകയും എന്നാൽ അത് യഥാർത്ഥ ട്രൂത്ത് അല്ലാതിരിക്കുകയും എന്നാൽ ഫോൾസ് എന്ന് പറയാൻ പറ്റാത്തതുമായ ഒരു അവസ്ഥയെ കുറിച്ചാണ്. ഓക്കെ. ദൈവം ആത്മാവാകുന്നു. 24-ാം വാക്യം, ദൈവം ആത്മാവാകുന്നു, അവനെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കും. ദിസ് എ വെരി റെവല്യൂഷണറി ടീച്ചിങ്. ഈ ടീച്ചിങ്ങിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യത്യാസം എന്താണെന്ന് അറിയാമോ? ദൈവത്തെ ആരാധിക്കാൻ ഒരുത്തന്റെയും സഹായം വേണ്ട എന്നുള്ളതാണ്. ദാറ്റ്സ് ദ റെവല്യൂഷൻ ഹിയർ. ഹി കിൽഡ് ഓൾ ദ റിലീജിയൻസ് വിത്ത് ദാറ്റ് വൺ സ്റ്റേറ്റ്മെന്റ്. എല്ലാ മതങ്ങളും ആചാരങ്ങളും ദൈവത്തിന് അങ്ങോട്ട് കൊടുക്കുന്ന പരിപാടികളും ദൈവത്തിന് നമ്മൾ എന്തെങ്കിലും കൊടുത്ത് പ്രസാദം വാങ്ങിക്കുന്ന പരിപാടികളും ഇടനിലക്കാർ വെച്ച് ഒരു പ്രത്യേക സ്ഥലത്ത് പോയി വർഷിപ്പ് ചെയ്യുന്ന പരിപാടികൾ, ഇതിനെല്ലാം കർത്താവ് ഒരൊറ്റ വാക്യത്തിൽ അവസാനിപ്പിച്ചു. എന്നിട്ട് പറയാണ്, യഹൂദനൊന്നുമില്ല, യവനൊന്നുമില്ല, ശമരിയക്കാരനൊന്നുമില്ല, എല്ലാവർക്കും പ്രത്യേകം വർഷിപ്പ് രീതികൾ, ആരാധന രീതികൾ ഒന്നുമില്ല. ജസ്റ്റ് വൺ തിങ്, ആത്മാവിലും സത്യത്തിലും ദൈവത്തെ നമസ്കരിക്കുക. അങ്ങനെ വരുന്ന ഒരു നാഴിക വരുന്നു. സോ എവ്രി വൺ ക്യാൻ അപ്രോച്ച് ഹിസ് ത്രോൺ ഓഫ് ഗ്രേസ്. അവന്റെ കൃപാസനത്തിലേക്ക് ആർക്കും കടന്നില്ല. അവന്റെ കൃപാസനത്തിൽ ആർക്കും വണങ്ങാം. അതിനൊരു ഇടനിലക്കാരൻ ആവശ്യമില്ല. ബിക്കോസ് വൺ മീഡിയേറ്റർ ഹാസ് കം ഫ്രം above. He has made all the provisions. അതുകൊണ്ട് മതം എന്ന സാധനത്തെ എന്നേക്കുമായിട്ട് ടെർമിനേറ്റ് ചെയ്യുന്ന ഒരു വാക്യമാണത്. ബട്ട് വി ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ആൻഡ് വി മേക്ക് ദാറ്റ് എ റിലീജിയൻ. അതാണ് നമ്മൾ ചെയ്യുന്നത്. മനുഷ്യന് റിലീജിയൻ ഇല്ലാതെ പറ്റിയല്ല. അതുകൊണ്ട് അവൻ എവിടെയെങ്കിലും എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി വെക്കും, ദൈവത്തിന് കൊടുത്തോണ്ടിരിക്കും. ഈ എന്താ പറയുന്നത്, ആ ഒരു സിസ്റ്റത്തിൽ നിന്ന് മനുഷ്യന് രക്ഷപ്പെടാൻ ഭയങ്കര പാടാണ്. ഹി കനോട്ട് ബി എ ഹംബിൾ റിസീവർ, എ ഹംബിൾ പേഴ്സൺ ഹു ബോസ് ഡൗൺ ആൻഡ് റിസീവ്സ്, ജസ്റ്റ് റിസീവ്സ് താങ്ക്ഫുള്ളി. നന്ദി പറഞ്ഞുകൊണ്ട് വാങ്ങിക്കാൻ മാത്രം.
തിരിച്ചങ്ങോട്ട് ഒന്നും കൊടുക്കാനില്ലാതെ ലജ്ജയില്ലാതെ വീണ്ടും വീണ്ടും നോക്ക് ചെയ്ത് വാങ്ങിക്കാൻ മാത്രമുള്ള ഒരു ഹംബിൾനെസ് മനുഷ്യന് ദൈവത്തിന് മുമ്പിൽ പോലും ഇല്ല. ഞാൻ എന്തിനാ അങ്ങോട്ട് കൊടുക്കാതെ എങ്ങനെ വാങ്ങിക്കുന്നേ എന്നൊരു ഒരു രീതിയാണ്, ആ മതത്തിന്റെ രീതിയാണത്. ആ മതം നമ്മളെ പഠിപ്പിച്ചാണത്. ഐ ഡോണ്ട് നോ ഹൗ മെനി ഓഫ് യു ആർ ഗെറ്റിംഗ് മീ. അപ്പൊ ഇവിടെ ഈ ഒരൊറ്റ വാക്യം ലോകത്തിലെ സകല മതങ്ങളെയും സിസ്റ്റങ്ങളെയും ഇല്ലാതാക്കിക്കളെ. കാരണം ക്രിസ്തുവിനെ നമസ്കരിക്കുവാൻ സഭ ഇല്ലാതാവുകയല്ല ചെയ്യുന്നത്, മതങ്ങൾ ഇല്ലാതാവുകയാണ് ചെയ്യുന്നത്. മതങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് കൾട്ടിക് വർഷിപ്പ് രീതിയും അതിന്റെ മീഡിയേറ്റേഴ്സ്, അച്ഛന്മാരായാലും പാസ്റ്റർമാരായാലും. മനുഷ്യർ തമ്മിൽ മീഡിയേറ്റേഴ്സ് ഉണ്ടാവുന്നൊരു കുഴപ്പമില്ല, പക്ഷെ ദൈവവും മനുഷ്യരും തമ്മിൽ ഇനി മീഡിയേറ്റേഴ്സ് ഉണ്ടാകാൻ പാടില്ല. ഇപ്പൊ എന്റെ പ്രാർത്ഥനാ വിഷയം ദൈവത്തിന്റെ അടുത്ത് എത്തിക്കാൻ ഒരാള്, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ആൾക്കാരല്ലേ ബ്രദറെ? എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പ്രാർത്ഥിക്കേണ്ടവരാ. അല്ലാതെ ഒരു മനുഷ്യൻ നമുക്ക് വേണ്ടി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി ഇങ്ങനെ അപ്പോയിന്റ് ചെയ്ത് വെച്ചിരിക്കുവല്ല. അയാൾക്ക് പൈസ കൊടുത്ത് നിങ്ങൾ പ്രാർത്ഥിപ്പിക്കുക. അതാണ് മതം എന്ന് പറയുന്നത്. നമ്മൾ ബൈബിളിലെ കൊരിന്ത്യർ ലേഖനം പഠിച്ചപ്പോൾ പല ഗിഫ്റ്റുകളെ കുറിച്ച് പഠിച്ചു. പക്ഷെ ഒരൊറ്റ ഗിഫ്റ്റ് എങ്ങനെ അവിടെയെങ്കിലും കണ്ടില്ല. പ്രാർത്ഥനാ ഗിഫ്റ്റ് കണ്ടായിരുന്നു നിങ്ങൾ എവിടെയെങ്കിലും? പ്രാർത്ഥിക്കാനുള്ള വരം കിട്ടിയവര് ചിലരെ കുറിച്ച് നമ്മൾ അങ്ങനെ പറയാറുണ്ട്, പ്രാർത്ഥനാ വരോ ബ്രദറെ? അങ്ങനെ വരം ഇല്ല, റിയലി ഇല്ല. അങ്ങനെ ശുശ്രൂഷാ വരമില്ല. പ്രാർത്ഥിക്കുക ഇപ്പം എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി ദൈവം എന്നെ നിയമിച്ചിരിക്കുക. സോറി, ഐ ഡോണ്ട് സബ്സ്ക്രൈബ് ടു ദാറ്റ്. ഐ ഡോണ്ട് ബൈ ദാറ്റ്. അങ്ങനെ ഒരാളെ ദൈവം ഒരിടത്തും നിയമിച്ചിട്ടില്ല. കാരണം പ്രാർത്ഥന എന്ന് പറയുന്നത് ഒരു ഫുൾ ടൈം മിനിസ്ട്രി അല്ല. പ്രാർത്ഥന എന്ന് പറയുന്നത് ചില ആൾക്കാർ പ്രത്യേകമായി ചെയ്യുന്നതല്ല. അത് ചെയ്യാൻ വേണ്ടി പ്രത്യേക അഭിഷിക്തന്മാരും ആവശ്യമില്ല. വി ഓൾ നീഡ് ടു പ്രേ. വി ആർ ഓൾ ചിൽഡ്രൻ. അപ്പന്റെ അടുത്തേക്ക് ചെല്ലുന്ന ഒരു മകനും മകളും മടിക്കണ്ട. അതിന് ഇടനിലക്കാരന്റെ ആവശ്യമില്ല. ഐ ക്യാൻ ജസ്റ്റ് ഡയറക്ട്ലി വാക്ക് ടു ദ ത്രോൺ ഓഫ് ഗ്രേസ് ആൻഡ് സേ ഗോഡ് ഐ ആം ഹിയർ. കർത്താവിന് അതാണ് സന്തോഷം. അവിടെ ചെന്നിട്ട് നമുക്ക് മറ്റുള്ളവരുടെ കാര്യം പറയാം, നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം പറയാം. അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം പറയണം. അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം പറയുന്നിടത്താണ് ദൈവത്തിന്റെ കൃപ നമ്മൾ മനസ്സിലാക്കുന്നത്. സോ നമുക്കൊരു അപ്പന്റെ അടുത്ത് നമ്മുടെ സഹോദരങ്ങളുടെ കാര്യം പറയാവുന്നവർ അവർക്ക് നമ്മുടെ കാര്യം പറയാം. ബട്ട് ദർ ഇസ് നോ സ്പെഷ്യൽ പ്രിവിലേജ് ഓർ എ സ്പെഷ്യൽ മീഡിയേറ്റർ അതർ ദാൻ ക്രൈസ്റ്റ് ജീസസ്. ക്രിസ്തു അല്ലാതെ വേറെ ആർക്കും ആ പാസ്റ്റോട് ഒന്ന് പ്രാർത്ഥിക്കാൻ പറയാം. പുള്ളി പ്രാർത്ഥിച്ചാൽ എന്താ നിങ്ങൾ വിചാരിക്കുന്ന ദൈവത്തെ കുറിച്ച്? ഹൗ സാഡ്. അതൊക്കെയാണ് ഈ അൺട്രൂത്ത് എന്ന് പറയുന്ന സാധനം. അയാൾ പ്രാർത്ഥിച്ചാൽ കേൾക്കുമെന്ന് വെച്ചാൽ കേൾക്കും, പക്ഷെ അയാൾ പ്രാർത്ഥിക്കണം നിർബന്ധമൊന്നുമില്ല. എവറി ഹ്യൂമൻ ബീയിങ് ഈസ് ദ സെയിം ബിഫോർ ദ ലോർഡ്. പലപ്പോഴും നമ്മൾ വിചാരിക്കും ആ പാസ്റ്റർ പ്രാർത്ഥിച്ച ഭയങ്കര ശക്തിയാട്ടോ, നമുക്ക് ആ പാസ്റ്റർ പറയാം. ദാറ്റ് മീൻസ് യു ആർ ലിമിറ്റിംഗ് ദ പവർ ഓഫ് ഗോഡ്. യു ആർ ascribing majesty and power to a man mediator. ഇങ്ങനെയുള്ള മീഡിയേറ്റേഴ്സ് ആണ് മതത്തെ വളർത്തുന്നത്. ദൈവം ഒറ്റ പ്രസ്താവനയാൽ ഒരൊറ്റ വാക്കിനാൽ കർത്താവ് എന്ത് ചെയ്തു? ഇതിനെല്ലാം തട്ടിക്കളഞ്ഞു. അപ്പൊ ശമര്യക്കാർ ഫ്രീ ആയി. ശമര്യക്കാർ കർത്താവിനെ എടുത്തിട്ട് വരാൻ ഇനി ആരെയും നോക്കണ്ട, അവരുടെ ആചാര്യന്മാരെ നോക്കണ്ട. യഹൂദന്മാർ ഫ്രീ ആയി. യഹൂദന്മാർക്കും ക്രിസ്തുവിനെ സ്വീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അവരുടെ ഒരു ആചാരങ്ങളും ആവശ്യമില്ല. നമ്മളും എല്ലാം ഫ്രീ ആയി. ലോകത്തുള്ള എല്ലാ മതങ്ങളും ഫ്രീ ആയി. ദേ ഡോണ്ട് ഹാവ് ടു ലിസൺ ടു ദെയർ ഓൺ റിലീജിയസ് ലീഡേഴ്സ്. അതിന്റെ ആവശ്യമില്ല. We have been free. We are made free. We are made free. We have been freed by the grace of God. ദൈവത്തിന്റെ കൃപ നമ്മളെ സ്വതന്ത്രമാക്കി. ഓക്കെ, സ്ത്രീ അവനോട് ഈ ആരാധനയെ കുറിച്ചൊക്കെ നമുക്ക് പല അഭിപ്രായങ്ങളുണ്ട്, പക്ഷെ ശരിക്കുള്ളത് എന്താണെന്ന് മെസ്സിഹ വരുമ്പം പറഞ്ഞു തരുമെന്നാണ് ഞങ്ങൾ എല്ലാം വിശ്വസിക്കുന്നത്. അപ്പൊ ശമര്യക്കാർക്കും എന്തുണ്ട്? ഈ മെസ്സിഹ വരുമെന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്. പക്ഷെ യഹൂദന്മാരെക്കാളും കടന്ന് ഈ ശമര്യക്കാർ പാവങ്ങൾ ഒരു കാര്യത്തോട് വിശ്വസിച്ചു. കാരണം അവർക്ക് ആ പ്രവാചകന്മാരുടെ ആ ഒരു ലീനിയേജ് ടീച്ചിങ്സ് വളരെ കുറവാണ്. അവർ വിചാരിച്ചു ഇനി ആരാധനയെ കുറിച്ചും കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞു തരാൻ മെസ്സിഹ വരണം. സോ ഹി വാസ് നോട്ട്. ഓക്കെ, അപ്പൊ ശമര്യക്കാരി സ്ത്രീ ശരിക്കും ഒരു ഒരു പൊളിറ്റിക്കൽ മെസ്സിയെ നോക്കിയിരിക്കുമായിരുന്നില്ല. ആരാധന പറഞ്ഞു തരുന്ന, മതപരമായ ഇൻസ്ട്രക്ഷൻ നടത്തുന്ന, ഞങ്ങൾക്ക് എന്താണ് ആത്മീയത എന്ന് പറഞ്ഞു തരുന്ന ഒരാൾ വരും. മെസ്സിയ വന്നു കഴിയുമ്പോൾ ഹി വിൽ ബി ആൻ അതോറിറ്റി ഓൺ ദീസ് തിങ്സ്. അപ്പൊ അവൻ പറയുന്നത് ഞങ്ങൾക്ക് വിശ്വസിക്കാൻ സന്തോഷമേ ഉള്ളൂ. കാരണം ഇറ്റ്സ് സർപ്രൈസിങ് ദാറ്റ് സമാരിറ്റൻസ് വർ നോട്ട് ലുക്കിംഗ് ഫോർ എ പൊളിറ്റിക്കൽ മെസ്സിയ. രാഷ്ട്രീയമായിട്ട് യഹൂദന്മാരെടുത്ത് രക്ഷിക്കുന്ന ഒരാൾ വരുന്ന എന്നുള്ള രീതിയിലല്ല ശമര്യക്കാരി സ്ത്രീ സംസാരിക്കുന്നത്. ശമര്യക്കാരി സ്ത്രീ സംസാരിക്കുന്നത് ഞങ്ങൾക്ക് ആരാധന എന്താന്ന് പറഞ്ഞു തരാൻ മെസ്സിയ വരുമ്പോ ഈ കാര്യങ്ങളൊക്കെ ഞങ്ങളെ പറഞ്ഞു പഠിപ്പിക്കുമെന്ന് സകലതും അറിയിച്ചു തരും, സകലവും പഠിപ്പിക്കും. He will give us a law and he will give us a way to live. ഇതൊക്കെയാണ് ശമര്യക്കാരി സ്ത്രീ പറയുന്നത്. ദാറ്റ്സ് റിയലി ഗുഡ് അല്ലെ? റിയലി നമുക്കത് ഭയങ്കര ഒരു കാത്തിരിപ്പ് അവരുടെ ഭാഗത്ത് ഉണ്ടായിരുന്നു.
അവരുടെ ഭാഗത്തുള്ള കാത്തിരിപ്പ് കുറച്ചും കൂടെ, കാരണം ബിക്കോസ് ദേ വർ ഇന്നാഡിക്വേറ്റ്. യഹൂദന്മാരുടെ അത്രയും പോലും ഉള്ള ഒരു പ്രൊഫറ്റിക് ബാക്ക്ഗ്രൗണ്ട് അവർക്ക് ഇല്ലാതിരുന്നത് കൊണ്ട് അവർക്ക് കുറച്ചുകൂടെ കാത്തിരിപ്പ് കൂടുതലായിരുന്നു. കാരണം ദേ വർ മോർ ഹംഗ്രി, അല്ലെ? ആഹാരം ഒന്നും കഴിക്കാതിരിക്കുന്നവർക്ക് ഹങ്കർ കൂടുതലുണ്ടല്ലോ, ഉണ്ടോ? അല്ലേ? അപ്പൊ അതുപോലെ ഇവർക്കും അങ്ങനെ ഒരു ഹങ്കർ കൂടുതലുണ്ടായിരുന്നു. ദാറ്റ്സ് വാട്ട് റിലീജിയസ് ഹങ്കർ. അതായത് റിലീജിയസ് എന്ന് പറയാൻ പറ്റില്ല, സ്പിരിച്വൽ ഹങ്കർ, ആത്മീയമായ ഒരു ദാഹം ഉണ്ടായിരുന്നു. എങ്ങനെയാണ് ഈ മതത്തിന്റെ ചങ്ങലകളിൽ നിന്ന് വിടുവിക്കപ്പെടാൻ പറ്റുന്നത്? ഇപ്പൊ ആ വെള്ളം ചുമന്നുകൊണ്ട് വരുന്ന സ്ത്രീക്ക് ദൈവമായിട്ട് എന്താ ബന്ധം? ബന്ധം ആർക്കാ ഉള്ളത്? അവിടെയുള്ള റബായിമാർക്ക്, പാസ്റ്റർമാർക്ക്, അച്ഛന്മാർക്ക്, മെത്രാന്മാർക്കാണ് ദൈവമായിട്ട് ബന്ധം. പിന്നെ ഇവർക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ അടുത്ത് പോയി സ്തോത്രമായ ചീട്ട് കുറച്ച് വേണേൽ ബന്ധം സ്ഥാപിക്കാന്നുള്ളതേ ഉള്ളൂ. പക്ഷെ കർത്താവ് നേരെ ഡയറക്റ്റ് ചെന്ന് ഇറങ്ങുന്നത് സമരിയ പട്ടണത്തെ മുഴുവൻ നേടാൻ പോകുന്നത് ഒരു സാധാരണ നോർമൽ എന്ന് പറയാൻ പറ്റില്ല, സാധാരണ ഒരു സ്ത്രീയും അല്ല. പാപത്തിൽ ജീവിച്ച, വളരെ ജീവിതത്തിന്റെ എല്ലാ ലസ്റ്റും പൂർത്തീകരിച്ച് ജീവിക്കാൻ ശ്രമിച്ച ഒരാൾ, എല്ലായിടത്തും പരാജയപ്പെട്ട ഒരാൾ, ഒരിടത്തും തൃപ്തി വരാത്ത, 5 ഭർത്താക്കന്മാരായിട്ട് സമാധാനമായിട്ട് ജീവിക്കാൻ പറ്റാത്ത ഒരാൾ, അങ്ങനെ ഒരാളുടെ അടുത്തേക്ക് ചെല്ലുന്നത്. അപ്പൊ കർത്താവിനെ വഹിക്കാൻ ആരെ കൊണ്ടും പറ്റും. ഹി ഡസന്റ് വാണ്ട് വൈറ്റ് കോളർ അഡ്വക്കേറ്റ്സ് ഫോർ ഹിം. അതിന്റെ ആവശ്യമില്ല. കർത്താവ് അങ്ങനെയാണ്, അവൻ ഇറങ്ങിച്ചെന്ന് അവൈലബിൾ ആകുന്ന ഏറ്റവും ഔട്ട്കാസ്റ്റ് ആയിട്ടുള്ള ആളുടെ അടുത്തേക്കാണ്. അപ്പൊ നമ്മുടെ ലൈഫിലും അങ്ങനെയാണ്. ഏറ്റവും ഔട്ട്കാസ്റ്റ് ആയിട്ടുള്ള ആൾ ആരാണ്? ആരാണ് റിസീവിങ് എൻഡിൽ നിൽക്കുന്നത്? ആരാണ് സഫറിങ്ങിന്റെ ഭാഗത്തുള്ളത്? അവരുടെ അടുത്തേക്കാണ് നമ്മൾ ചെല്ലുന്നത്. ആരാണ് ഒറ്റപ്പെട്ടു പോകുന്നത്? ഈ അമേരിക്കൻ ഇലക്ഷൻ നടക്കുന്ന ഈ പശ്ചാത്തലത്തില് വളരെ വിചിത്രമായ ഒരു തിയോളജി ലോകം മുഴുവൻ വ്യാപരിച്ചിട്ടുണ്ട്. ഞാനിത് പൊളിറ്റിക്സിനെ കുറിച്ച്, ഇപ്പം ക്രിസ്ത്യൻസ് എല്ലാവരും വിശ്വസിക്കുന്നത് മുസ്ലിങ്ങൾക്കെതിരെ നിൽക്കുന്ന അമേരിക്കൻ വൈറ്റ് ക്രിസ്ത്യാനിറ്റി അനുകൂലിക്കുന്ന ആൾ ആരാണോ അയാളുടെ കൂടെയാണ് ദൈവം എന്നാണ് ക്രിസ്ത്യാനികളെല്ലാം വിചാരിച്ചിരിക്കുന്നത്. ഞാനൊരു സിമ്പിൾ കാര്യം നിങ്ങളോട് ചോദിക്കട്ടെ. ഈ മുസ്ലിങ്ങളെല്ലാം കർത്താവ് ഓൾറെഡി ന്യായവിധി വരുന്നതിന് മുമ്പേ തള്ളിക്കളഞ്ഞോ? അവരോട് സുവിശേഷം പറയാൻ പോലും പറ്റില്ല. ഈ ബ്ലാക്സിനെ അവരെല്ലാം ഓടിച്ച് നമുക്കൊരു ഐഹികമായ ക്രിസ്ത്യൻ രാജ്യം സ്ഥാപിക്കാം, ബാക്കിയുള്ളവരെല്ലാം അപകടകാരികളാണ്, അവരെ ഇവിടെ അനുവദിച്ചാൽ നമ്മൾ നശിച്ചു പോകും, അതുകൊണ്ട് രാഷ്ട്രീയമായിട്ട് നമ്മളെ മറ്റു മതങ്ങളിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു അധികാരി നമുക്ക് വേണം എന്ന് ക്രിസ്ത്യാനിക്ക് എപ്പോഴാണ് തോന്നി തുടങ്ങിയത്? ക്രിസ്ത്യാനിറ്റിയെ സംരക്ഷിക്കാൻ ഒരു പ്രസിഡന്റും വേണ്ട, ഒരു രാജാവും വേണ്ട. സന്മാർഗം സംരക്ഷിക്കാനും ഗവൺമെന്റിന്റെ ആവശ്യമില്ല. ഗവൺമെന്റ് അവരുടെ പണിയാ ചെയ്യുന്നത്. സീസറിനുള്ളതാ സീസറിന് കൊടുക്കുന്നത്. ചർച്ചാണ് ഒരു സ്ഥലത്ത് മോറൽ വോയിസ് ആകേണ്ടത്. ഞാന് ഈ മുസ്ലിങ്ങളുടെ ഈ അറബി നീഗ്രോസ് വൻതോതിൽ ഇസ്ലാമിൽ ചേരുന്നതിന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്നറിയോ? വൻതോതിൽ ദർ അക്സെപ്റ്റിംഗ് ഇസ്ലാം. നമ്മൾ പറയാം, കണ്ടോ ഇവരെല്ലാം പ്രശ്നക്കാരാ, അങ്ങനെ നമ്മൾ പറയുന്നത്. അവരും ഡിസ്ക്രിമിനേറ്റിംഗ് തന്നെയാണ്. അവരും നല്ല മനുഷ്യരൊന്നുമല്ല. ലോകത്താരും നല്ലവരില്ല. നിങ്ങൾ ആലോചിക്കുക, ഈ വെസ്റ്റേൺ സിവിലൈസേഷന്റെ ഭാഗമായിട്ട് ബ്ലാക്സ്, ആഫ്രിക്കൻസ് എത്രയോ വർഷങ്ങളായിട്ടിരുന്നിട്ടും ഇന്ത്യയേക്കാൾ മോശമാണ് അവിടുത്തെ വംശീയ സ്ഥിതി. ഇന്ത്യയുടെ ദളിത്സിനേക്കാളും മോശമാണ് ഈ മറ്റു രാജ്യങ്ങളിലെ, വെസ്റ്റേൺ രാജ്യങ്ങളിലെ, യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് വംശീയ സ്ഥിതി. ക്രിസ്ത്യൻ ചർച്ച ഉള്ള സ്ഥലത്തെ കാര്യത്തെക്കുറിച്ചായി പറയുന്നത്. അതിനേക്കാളും എത്രയോ ഹ്യൂമൻ അപ്രോച്ചാണ് ഓർഗനൈസ്ഡ് റിലീജിയൻ ഇല്ലാത്ത ഇന്ത്യയിൽ സംഭവിച്ചിട്ടുള്ളത്. ഹിയർ ദളിത്സ് ആർ മോർ അക്സെപ്റ്റഡ് ദാൻ ബ്ലാക്സ് ഇൻ അമേരിക്ക ഓർ വെസ്റ്റേൺ കൺട്രീസ്, എവിടെയായാലും, യൂറോപ്പിൽ എവിടെയായാലും. അപ്പൊ ശരിക്കും ഈ അമേരിക്കയില് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒരു വെസ്റ്റേൺ രാജ്യം, നമുക്കൊരു ക്രിസ്ത്യൻ രാജ്യം കിട്ടിയതിന്റെ സന്തോഷമാണ്. ഒരു ക്രിസ്ത്യൻ രാജ്യമുണ്ട്, അവിടെ ക്രിസ്ത്യാനിറ്റി അധികാരം സ്ഥാപിച്ച് ബൈബിൾ അവിടുത്തെ പ്രധാന കോൺസ്റ്റിറ്റ്യൂഷൻ ആക്കി മാറ്റി, അങ്ങനെ ഒരു ഐഹികമായ രാജ്യം. ഈ ഐഹികമായ രാജ്യത്തോട് എന്തിനാ ഇത്ര കൊതി? അവരാരിലും വരട്ടെ, നമുക്ക് എന്തിനാ രാഷ്ട്രീയം? ആരെങ്കിലും വരട്ടെ, പീഡിപ്പിക്കട്ടെ, മതം നിരോധിക്കട്ടെ, എന്താ ഇതിനകത്ത് പ്രശ്നം? സഭയ്ക്ക് എന്തെങ്കിലും ഉണ്ടോ? സഭയ്ക്ക് ഒരു പ്രശ്നമില്ല. സഭയുടെ ശക്തി എന്ന് പറയുന്ന കർത്താവിലാണ്, ആത്മാവിലാണ് ശക്തി. അതിലേത് ശത്രുവിനെ നമുക്ക് ഭയമില്ല. ആ ശത്രുവിനെ കർത്താവിന് വേണ്ടി നേടാൻ പറ്റുമോ നമ്മൾ നോക്കേണ്ടത്, അല്ലേ? അപ്പം വി നീഡ് ടു ഹാവ് ആൻ ഇൻക്ലൂസീവ് അപ്രോച്ച്. എല്ലാവരെയും ചേർത്ത് പിടിക്കുന്ന കർത്താവാണെങ്കിൽ എങ്ങോട്ട് പോകുന്നത്? ഏറ്റവും വെളിയിലുള്ള ആളുടെ അടുത്തേക്ക് പോകുന്നത്. നിങ്ങൾ വിചാരിക്കുന്നുണ്ട് എറണാകുളത്ത് കർത്താവ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ചർച്ചിലേക്ക് വരുമെന്ന്? ഐ ഡൗട്ട് ദാറ്റ്.
കർത്താവ് പോകുന്നത് ഈ ചർച്ചിൽ പോലും പ്രവേശനമില്ലാത്ത അല്ലെങ്കിൽ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒത്തിരി ആൾക്കാർ വെളിയിലുണ്ട്. ഹി വിൽ ഗോ ടു ദ സ്ട്രീറ്റ്സ് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. സോ വി നീഡ് ടു ഹാവ് എ ബ്രോക്കൺ ഹാർട്ട് അബൌട്ട് പീപ്പിൾ ഹു ആർ സഫറിങ്. ക്രിസ്തുവിന് ഒരിക്കലും അറിയാത്ത മറ്റു മതങ്ങളിലുള്ളവരോട് നമ്മൾ ശത്രുക്കളെ പോലെയല്ല, നമ്മൾ അവരെ ക്രിസ്തു ഇല്ലാത്തവരെന്നുള്ള സിമ്പതിയോടെയാണ് കാണേണ്ടത്. ആൻഡ് ദ ചർച്ച് ഹാസ് ടു സ്റ്റാൻഡ് ദെയർ. ഇപ്പൊ ശമരിയാക്കാരി സ്ത്രീയുടെ കാര്യം പറഞ്ഞപ്പോഴാണ്, ശമരിയാക്കാരി സ്ത്രീ ഇവരെ സംബന്ധിച്ച് ഔട്ട്സൈഡറാണ്, യഹൂദന്മാരെ സംബന്ധിച്ച്. കർത്താവ് അവളോട് സംസാരിക്കുന്ന കണ്ട അതോടെ തീർന്നു റെപ്യൂട്ടേഷൻ. അപ്പൊ അങ്ങനെയുള്ള സെനോഫോബിയ, അതായത് മറ്റ് മതക്കാര് അല്ലെങ്കിൽ അവരുടെ അടുത്ത് നമ്മൾ ഇങ്ങനൊരു എൻഗേജിങ് റിലേഷൻഷിപ്പ് ഒന്നും നടക്കുകയല്ല, അവരൊന്നും നന്നാവൂല, അവരൊക്കെ പോട്ടെ, നമുക്ക് നമ്മുടെ രാജ്യം സ്ഥാപിച്ച് നമ്മുടെ മതം സ്ഥാപിക്കാമെന്ന് പറയുന്ന ആ ഒരു ഐഹിക രാജ്യം യഹൂദന്മാർക്ക് അങ്ങനെ ആയിരുന്നുണ്ടായി ശമരിയാക്കാരി സ്ത്രീയായിട്ട് ഇടപാടുകളില്ലാതെ പോയത്. കർത്താവ് അങ്ങനെ ആയിരുന്നില്ല. കർത്താവ് പറഞ്ഞു, എന്റെ രാജ്യം ഐഹികമല്ല. ആ ശത്രുക്കൾ ഉള്ളിടത്താണ് അത് പെരുകുന്നതും അത് വളരുന്നതും. ക്രിസ്തുവിന്റെ സ്നേഹം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒഴുക്കിനെതിരെ നീന്തുന്ന ഒരു കാര്യമാണ്. വി നീഡ് എവ്രി വൺ അറൌണ്ട് us. ചിലപ്പോൾ കൊല്ലുന്നവരായിരിക്കും, ഒന്നും അറിയത്തില്ല, ദൈവം അതൊക്കെ തീരുമാനിക്കുന്നത്. ആൻഡ് ക്രിസ്ത്യൻസ് ആർ നെവർ പാർട്ട് ഓഫ് എനി പൊളിറ്റിക്സ്. രാഷ്ട്രീയത്തിൽ നമുക്ക് പ്രിഫറൻസ് ഉണ്ടാകാം, ബട്ട് വി കനോട്ട് പ്ലേ പൊളിറ്റിക്സ്. നമുക്ക് ഇതാണ് രാഷ്ട്രീയം, ഇങ്ങനെ ഇവരെ സപ്പോർട്ട് ചെയ്യണം എന്ന് പറയാൻ പറ്റില്ല. വി കനോട്ട് ബി അഗേൻസ്റ്റ് നരേന്ദ്രമോദി. ക്യാൻ ബി? അമേരിക്കയിൽ ക്രിസ്ത്യൻ രാജ്യം സ്ഥാപിക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ ക്രിസ്ത്യാനികൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ എന്തുകൊണ്ട് ഇന്ത്യയിൽ ഹിന്ദു രാജ്യം സ്ഥാപിക്കണമെന്ന് ഹിന്ദുക്കൾ ആഗ്രഹിച്ചുകൂടാ? അങ്ങനെ ആഗ്രഹിച്ചുകൂടെ അവർക്ക്? അപ്പൊ അതല്ലേ ന്യായം? എല്ലായിടത്തും ന്യായം നടക്കട്ടെ. സോ ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് മെന്റാലിറ്റി. കാരണം കർത്താവ് വളരെ എടുത്തു പറഞ്ഞ കാര്യമാണ്, നമുക്ക് ശത്രുക്കൾ എന്ന് തോന്നുന്ന ആളുകൾ, ആ മതവിഭാഗങ്ങൾ, ശമരിയക്കാരായാലും വെളിയിലുള്ളവരായാലും, അവരോട് നമ്മുടെ ആ ഒരു അപ്രോച്ച്, ഒരു ഭയത്തിന്റെ അപ്രോച്ച്, അല്ലെങ്കിൽ എന്താ പറയുന്നത്, അത് ദൈവികമാണെന്ന് വിചാരിക്കാൻ പ്രയാസമാണ്. ഓക്കെ, യേശു അവളോട് നിന്നോട് സംസാരിക്കുന്ന ഞാൻ തന്നെയാണ് മെശിഹ എന്ന് പറഞ്ഞു. അതൊരു വലിയ മിറക്കിളായിരുന്നു. കർത്താവ് അങ്ങനെ അധികം തുറന്നു പറഞ്ഞിട്ടില്ല ഇക്കാര്യം. ഈ ശമരിയക്കാരി സ്ത്രീയോട് പറഞ്ഞ പോലെ ആളുകൾ ഇങ്ങോട്ട് എന്ത് പറയുന്നു എന്ന് ചോദിക്കുന്നതല്ലാതെ ഞാൻ തന്നെയാണ് മിശിഹ എന്ന് കർത്താവ് എക്സ്പ്ലിസിറ്റ് ആയിട്ട് പറയുന്ന വളരെ കുറച്ച് സാഹചര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഇനി വേറെ ആരെങ്കിലും അത് പറയുമ്പോൾ കർത്താവ് അക്സെപ്റ്റ് ചെയ്യുന്ന സാഹചര്യങ്ങൾ ഉണ്ടെങ്കിലും, നിങ്ങൾ കാത്തിരിക്കുന്ന മെശിഹ ഞാൻ തന്നെയാണെന്ന് വാ തുറന്ന് കൺഫസ് ചെയ്യുന്നത് അധികം ഭാഗങ്ങളിലില്ല. അത് തന്നെ റയറിറ്റിയാണ്. രണ്ട് റയറിറ്റിയാണ് ഇവിടെ നമ്മൾ കാണുന്നത് ഈ ഒരു കോൺവെർസേഷനിൽ. ഒന്ന്, അവളുടെ ഭാഗത്തു നിന്നുണ്ടായ ആ എക്സ്പെക്ടേഷൻ, മെസ്സിയാനിക് എക്സ്പെക്ടേഷൻ. അവിടെ അവൾ പറയുന്നത്, മെശിഹ വരുമ്പോൾ അവൻ പഠിപ്പിക്കുന്നത് കേൾക്കാൻ ഞങ്ങൾ നോക്കിയിരിക്കുകയാണ്. വി ഡോണ്ട് ഹാവ് മെനി പ്രോഫറ്റ്സ്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു എംപ്റ്റിനെസ് ഉണ്ട്, ഞങ്ങൾ കാത്തിരിക്കുകയാണ്. മെശിഹ വരുമ്പോൾ ഞങ്ങളുടെ ആരാധന എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു തരും, ആ സത്യം എന്താണെന്ന് ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരും, ദൈവം ആരാണ്, ആത്മാവിലുള്ള ദൈവത്തെ ഞങ്ങൾക്ക് മനസ്സിലാക്കി തരും. അതുവരെ ഞങ്ങൾ ഇങ്ങനെ ഓരോരോ സ്ഥലത്ത് പോയി എന്തെങ്കിലും ചെയ്ത് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ബട്ട് വൺ ഡേ മെസ്സിയ വിൽ കം ആൻഡ് ക്ലിയർ ദ എയർ ഫോർ us. അതൊരു വളരെ റയറിറ്റിയാണ്, നമ്മൾ അധികം അങ്ങനെ കാണുന്നില്ല. ഈ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, കർത്താവ് അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുന്ന കാര്യം ഞാൻ തന്നെയാണ് മെസ്സിയ. കാരണം they don't have many prophets to give all those evidences. മെസ്സിയയെ കുറിച്ചുള്ള പഠനങ്ങളെല്ലാം കാണിച്ചു കൊടുക്കാൻ മാത്രമുള്ള പ്രോഫറ്റ്സ് അവർക്ക് അത്ര അവരങ്ങനെ ഫോളോ ചെയ്യുന്നില്ല. അവർ മോശയിക പഞ്ചഗ്രന്ഥങ്ങൾക്ക് പകരം അവര് വേറെ അതിനകത്ത് എന്തോ ഓൾട്ടറേഷൻസ് ഒക്കെ വരുത്തിയിട്ടുണ്ടെന്നാണ് എന്റെ ചിന്ത. ഐ എം നോട്ട് വെരി സർട്ടൻ അബൌട്ട് ദാറ്റ്. അത് മാത്രമേ അവർക്കുള്ളൂ, അങ്ങനെ എന്തോ ആണ്. ബട്ട് they didn't have most of these prophetic books. ഓക്കെ, ആ സമാരിറ്റൻ പെന്റാറ്റോക്ക് എന്ന് പറഞ്ഞ വേറൊരു സാധനമെന്നാണ് എന്റെ ചിന്ത, എന്റെ ഓർമ്മ. ഐ ഡോണ്ട് റിമെമ്പർ ക്വൈറ്റ് വെൽ. വളരെ ഇമ്പോർട്ടന്റ് അല്ല, ബട്ട് വി നോ വൺ തിങ്. ആ പ്രൊഫറ്റ്സിനെ കുറിച്ച്, പ്രൊഫറ്റ്സ് ഇങ്ങനെ ഒരു ക്ലാരിറ്റിയിൽ പഠിപ്പിക്കാനുള്ള ടീച്ചേഴ്സ് അവർക്കില്ല. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് ഞങ്ങൾ അറിയുന്നതിനെയാണ് ആരാധിക്കുന്നത്, നിങ്ങൾ അറിയാതെയാണ് നടക്കുന്നത്. ദേ ഹാവ് ആൻ ഇഗ്നോറൻസ്, അവർക്കൊരു അറിവില്ലായ്മയുണ്ട്. അപ്പൊ അതുകൊണ്ട് കർത്താവ് അവളോട് വെളിപ്പെടുത്തി കൊടുക്കുകയാണ്, വിത്തൗട്ട് ദ ഹെൽപ്പ് ഓഫ് എ പ്രോഫറ്റ് ഓർ എ ബുക്ക് ഹി എക്സ്പ്ലെയിൻസ് ടു ഹെർ ഐ മൈസെൽഫ് ആം ദ മെസ്സേജ്. ഓക്കെ, അപ്പൊ അത് കർത്താവ് അവൾക്ക് പറഞ്ഞു കൊടുക്കുന്നു, ഒരു റയറിറ്റിയാണ്. അങ്ങനെ കർത്താവ് അടയാളങ്ങളിലൂടെയാണ് കർത്താവ് പലപ്പോഴും ഇടപെടുന്നത്. അടയാളങ്ങളൊന്നും ഇല്ലാതെ ജസ്റ്റ് ബൈ ടീച്ചിങ്, കൺഫസിങ് ടു ഓപ്പണിംഗ് അപ്പ് ടു എ വുമൻ, ദാറ്റ് ടു എ സമാരിറ്റൻ വുമൻ, എന്നിട്ട് പറയാണ് ഞാനാണ് മെശിഹ എന്ന് കർത്താവ് പറയുന്നത്. അതൊരു വലിയൊരു അൺകൺവെൻഷണൽ ആയിട്ടൊരു കാര്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഓക്കെ, ഇതിനിടയിൽ അവന്റെ ശിഷ്യന്മാർ വന്ന ആ സ്ത്രീയോട് സംസാരിക്കാൻ ആശ്ചര്യപ്പെട്ടു. അതായത് ശിഷ്യന്മാര് പാവങ്ങള് ഇങ്ങനെയുള്ള ഒരു ഗുരുവിന്റെ കൂടെ കൂടിയാൽ അവരുടെ പേരും മോശമാവാൻ സാധ്യതയുണ്ട്.
കാരണം ഈ നാട്ടുകാർ നോർമലായിട്ട് ആരോട് നിൽക്കോ, ആരുടെ കൂടെയാണോ നടക്കുന്നത് അവരുടെ കൂടെ അല്ല കർത്താവ് നടക്കുന്നത്. അപ്പോ ശിഷ്യന്മാർ ഒന്ന് നോക്കിയപ്പം ഒരു സ്ത്രീയോട് സംസാരിച്ചുകൊണ്ട് ഒരു റബ്ബായി നിൽക്കുന്നു. റബ്ബി നിൽക്കുന്ന സ്ത്രീയോട് സംസാരിച്ച മാത്രമല്ല, അതൊരു സമരിയാക്കാരി സ്ത്രീയോട് സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നു. അപ്പോൾ അവരെ സംബന്ധിച്ച് വളരെ ആശ്ചര്യമായിരുന്നു. പക്ഷെ എന്താ കാര്യം എന്താ പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന് അവർ ചോദിച്ചില്ല. നമ്മളാണെ ചിലപ്പോൾ ചോദിച്ചേനെ, എന്താ പറഞ്ഞുകൊണ്ടിരുന്നത്, എന്താ അവരോട് സംസാരിക്കുന്നത്, കർത്താവ് അവളോട് എന്താ സംസാരിച്ചോണ്ടിരുന്നത്, അങ്ങനെയൊന്നും വേണ്ട കേട്ടോ, ദാഹ അവരൊന്നും മിണ്ടിയില്ല. കാരണം they are still knowing about their master, still in the process of knowing him. അവളോട് എന്താ സംസാരിക്കുന്നത്, ഇവർക്കെല്ലാം അസ്വസ്ഥത തോന്നി ന്യായമായിട്ട്. ഒരു സ്ത്രീയോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന അതൊരു ശമരിയാക്കാരി സ്ത്രീ, നീ എന്തായി ചോദിക്കുന്നതെന്ന് വേണമെങ്കിൽ ചോദിക്കാം, പക്ഷെ അവർ ചോദിച്ചില്ല. അനന്തരം സ്ത്രീ പാത്രം വെച്ചിട്ട് പട്ടണത്തിൽ നിന്ന് ജനങ്ങളോട്, ഞാൻ ചെയ്തതൊക്കെയും എന്നോട് വന്ന് പറഞ്ഞു, മനുഷ്യനെ വന്ന് കാണുവിൻ, അവൻ പക്ഷെ ക്രിസ്തു ആയിരിക്കുമോ എന്ന് പറഞ്ഞു. അവർ പട്ടണത്തിൽ നിന്ന് പുറപ്പെട്ട് അവന്റെ അടുക്കൽ വന്നു. ഇവിടെ ഓടി പാത്രത്തിൽ വെള്ളം എടുക്കാൻ വന്നതാണ്, പക്ഷെ അവളുടെ ലൈഫ് ആകെ മറിഞ്ഞുപോയി. വെള്ളം എടുത്തില്ല. ഈ കർത്താവിനെ കണ്ടുമുട്ടുമ്പോൾ നമ്മൾ ജീവിതത്തിൽ നമ്മുടെ വഴി, നമ്മൾ അന്ന് വരെ വന്ന വഴിയെ പിന്നെ ഓടാൻ പറ്റില്ല. അതിനർത്ഥം ഇവിടെ നാളെ വെള്ളം എടുക്കാൻ വരില്ല എന്നല്ല. പെർസ്പെക്റ്റീവ് മുഴുവൻ മാറി. എന്താണ് എമർജൻസി? അത്യാവശ്യം എന്താണ്? വെള്ളം കൊണ്ടുപോയി കുടിക്കുന്നതല്ല എമർജൻസി. നമ്മൾ കാത്തിരുന്ന മെസ്സിഹായെ കണ്ടെത്തിയിരിക്കുന്നു, അതാണ് എമർജൻസി. അല്ലെ വെള്ളം കൊണ്ടുപോയി വീട്ടിൽ വെച്ചിട്ട് പോകാന്നുള്ളതല്ല. ഷീ റാൻ ഫ്രം ദെയർ ടു ദ ടൗൺ ആൻഡ് എല്ലാവരോടും പറഞ്ഞു, ഞാൻ ചെയ്തതൊക്കെ നിങ്ങൾക്ക് അറിയില്ലല്ലോ, പക്ഷെ അതെല്ലാം അറിയാവുന്ന ഒരാളുണ്ട്. ആൾ എന്നോട് സംസാരിച്ചു, ക്രിസ്തു ആയിരിക്കണം, അല്ലെങ്കിൽ അങ്ങനെ പറയാൻ സാധ്യതയില്ല. വൻതോതിൽ ഈ ആൾക്കാർ പുറപ്പെട്ട് കർത്താവിന്റെ അടുത്തേക്ക് വന്നു. ആലോചിച്ച് നോക്കി, ഇടയനില്ലാത്ത ജനം, ടീച്ചേഴ്സ് ഇല്ലാത്ത ജനം. അപ്പൊ കർത്താവ് ഓപ്പൺ ചെയ്യുന്നത്, ആ വലിയ ഫീൽഡ് ഓപ്പൺ ചെയ്യുന്ന ഒരു പെൺകുട്ടിയിലൂടെ, ഒരു സ്ത്രീയിലൂടെയാണ്. അതിനിടെ ശിഷ്യന്മാർ അവനോട്, റബ്ബി ഭക്ഷിച്ചാലോ എന്ന് അപേക്ഷിച്ചു. അതിനവൻ, നിങ്ങൾ അറിയാത്ത ആഹാരം ഭക്ഷിപ്പാൻ എനിക്കുണ്ട് എന്ന് പറഞ്ഞു. എന്താണ് ഇവരറിയാത്ത ആഹാരം? കർത്താവ് അവന് താഴെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്, പിതാവായ ദൈവത്തിന്റെ ഇഷ്ടം നിറവേറ്റുന്നതാണ്. അത് ഇവരറിയാത്ത ആഹാരമാകുന്നത് എങ്ങനെയാണ്? നിങ്ങൾ അറിയാത്ത ആഹാരം ഭക്ഷിപ്പാൻ എനിക്കുണ്ടെന്ന് അവരോട് പറഞ്ഞു. ആകയാൽ വല്ലവൻ അവന് ഭക്ഷിപ്പാൻ കൊണ്ടുപോകുന്നു എന്ന് ശിഷ്യന്മാർ തമ്മിൽ പറഞ്ഞു. യേശു അവരോട് പറഞ്ഞത്, എന്നെ അയച്ചവന്റെ ഇഷ്ടം ചെയ്ത് അവന്റെ പ്രവൃത്തി തികയ്ക്കുന്നത് തന്നെ എന്റെ ആഹാരം. അപ്പം ശിഷ്യന്മാരെ വിടാൻ നേരത്തെ കർത്താവ് ഒരിക്കലും ശമരിയാക്കാരുടെ അടുത്തേക്ക് വിട്ടില്ല. നമുക്ക് മത്തായിയുടെ 10 വായിക്കാം. അവൻ ശിഷ്യന്മാരോട് പ്രത്യേകിച്ച് പറയുന്നത്, നിങ്ങൾ ശമരിയ പട്ടണങ്ങളിൽ കടക്കരുത്. കാരണം ശമരിയാക്കാർക്ക് ഒരു ഡയറക്റ്റ് വിറ്റ്നസിങ് ആവശ്യമാണ്. അവർക്ക് ശിഷ്യന്മാർ പറഞ്ഞു കാണിക്കാൻ അവരുടെ കയ്യില് വചനത്തിന്റെ പെർഫെക്ഷൻ ഇല്ല, മുൻകുറികളില്ല. അപ്പൊ കർത്താവ് തീരുമാനിക്കുന്ന ഇവരോട് ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ആക്സസ് ആവശ്യമാണെന്ന് ഒരു പക്ഷെ കർത്താവ് ചിന്തിച്ച് കാണുമായിരിക്കാം. ലെറ്റ് മീ ഗോ ആൻഡ് റിവീൽ മൈസെൽഫ് ടു ദം. ഞാൻ തന്നെ പോയി എന്നെ വെളിപ്പെടുത്തണം എന്ന് കർത്താവ് ആഗ്രഹിച്ചിട്ടുണ്ടാകാം. ദാറ്റ് കുഡ് ബി വൺ ആൻസർ. പിന്നെ അതിനകത്ത് വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവര് മോശയുടെ ആ ഉടമ്പടിക്ക് കീഴിൽ വരുന്നവരാണ്. they are part of Mosaic covenant, but they are not fulfilling that covenant. അത് അവർ പൂർത്തിയാക്കുന്നില്ല. അവരുടെ രീതികളെല്ലാം വ്യത്യസ്തമാണ്. പക്ഷെ ഒരു മോശയിൽ വിശ്വസിക്കുന്നുണ്ട്, പൂർവ്വപിതാക്കന്മാരിലെല്ലാം വിശ്വസിക്കുന്നുണ്ട്. അപ്പൊ they are not outside the covenant. പക്ഷെ അവർക്കൊരു വിറ്റ്നസ്, ഡയറക്റ്റ് വിറ്റ്നസ് ആവശ്യമാണ്. ഇപ്പോ മറ്റു പട്ടണങ്ങളിൽ പോയി മറ്റ് ജാതികളുടെ ആ സമയത്ത് ശുശ്രൂഷ നടക്കാത്തതിന്റെ പ്രധാനപ്പെട്ട കാരണം അവരൊരു കവനന്റിന്റെ ഭാഗമല്ല. കർത്താവ് എപ്പോഴും സംസാരിക്കുന്ന കവനന്റിനകത്താണ്, കവനന്റിന് വെളിയിലല്ല. കർത്താവിന്റെ എല്ലാ സംഭാഷണങ്ങളും നിങ്ങൾ ശ്രദ്ധിച്ചു, അതെല്ലാം കവനന്റിനകത്താണ്. അപ്പൊ യേശുക്രിസ്തു കാൽവരി ക്രൂശിൽ മരിക്കുന്നവരെ കവനന്റ് എന്ന് പറയുന്ന ഓൾഡ് ടെസ്റ്റമെന്റ് കവനന്റ് ആണ്. ആ ഉടമ്പടി അനുസരിച്ചാണ് ടീച്ചിങ്സ് ഉള്ളത്. അതിൽ നിന്നുള്ളൊരു പ്രോമിസ് ആണ് കർത്താവ് പറയുന്നത്. മാനസാന്തരപ്പെടുവാനും വീണ്ടും ജനിക്കുവാനും പറയുന്നത് ആ പ്രോമിസിന് വേണ്ടിയാണ്. ഓക്കെ, അപ്പോൾ പുതിയ നിയമത്തിൽ കർത്താവ് കാൽവരി ക്രൂശിൽ മരിക്കുന്നതോടുകൂടി കവനന്റ് ഓപ്പൺ ടു ഓൾ, ലോകത്തുള്ള സകല ജാതികളോടും. അപ്പൊ അവിടെയാണ് നിങ്ങൾ ലോകത്തിന്റെ അറ്റത്തോളം എന്ന് പറഞ്ഞവരെ വിടുന്നത്.
ഒരു ശമരിയക്കാരോട് പറയുന്നത് ഇറ്റ്സ് എ ബിഗ് ഓപ്പണിംഗ്. ഇത് ശിഷ്യന്മാർ ഇത് ഓപ്പൺ ചെയ്ത് നമുക്ക് അപ്പോസ്തല പ്രവൃത്തിയിൽ കാണാൻ പറ്റും. അടയാളങ്ങളോടെ അത്ഭുതങ്ങളോടും കൂടെ അന്യഭാഷകളുടെ പ്രവചനങ്ങളോടും കൂടെ ആളുകൾ ആത്മാവിനെ സ്വീകരിക്കുന്നതും ശിഷ്യന്മാർക്ക് അത് ബോധ്യപ്പെടുന്നതും അവരെ സ്നാനപ്പെടുത്തുന്നതും ഒക്കെ നമുക്ക് ഈ ശമരിയക്കാരെ സ്നാനപ്പെടുത്തുന്നതൊക്കെ നമുക്ക് അപ്പോസ്തല പ്രവൃത്തിയിൽ കാണാൻ കഴിയും. സോ ദാറ്റ് വാസ് എ പർട്ടിക്കുലർ മിനിസ്ട്രി ദാറ്റ് ദ അപ്പോസ്റ്റൽസ് അണ്ടർടുക്ക് അറ്റ് ദാറ്റ് ടൈം. ഓക്കെ, അപ്പോൾ ഈ വേല തികയ്ക്കുന്നത് നിങ്ങളറിയാത്ത ഒരു ആഹാരം, അത് യോഹന്നാന്റെ സുവിശേഷത്തിൽ വേറൊരു പ്രയോഗം കൂടെ ഉണ്ട്. ഈ കൂട്ടത്തിലല്ലാത്ത ആട്ടിൻ ഇതല്ല വേറെ ഒരു ആട്ടിൻ കൂട്ടം കർത്താവ് പറയുന്നുണ്ട്. ഇതല്ലാത്ത ഒരു ആട്ടിൻ കൂട്ടം എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ മക്കളല്ലാത്ത ആ ഇമ്മീഡിയറ്റ് റെസിപ്പിയൻസ് അല്ലാത്ത വേറൊരു കൂട്ടവും കൂടെ എനിക്കുണ്ട്. അപ്പൊ ഇവർക്കറിയാൻ വയ്യാത്ത ഒരു ആട്ടിൻ കൂട്ടം, ഇവർക്കറിയാൻ വയ്യാത്ത ഒരു ആഹാരം. ഇപ്പൊ ദൈവത്തിന്റെ പെർസ്പെക്റ്റീവ് എന്ന് പറയുന്നത് യഹൂദന്മാരിൽ ഒതുങ്ങുന്നില്ലെന്നും അത് മറ്റു അവർ വെറുക്കുന്ന ജാതികളിലേക്ക് അത് ഉണ്ട് എന്നും അവരുടെ എല്ലാം മുമ്പിൽ നമ്മൾ വിറ്റ്നസ് ആയിരിക്കണമെന്നും. ഇപ്പൊ നമ്മുടെ ചുറ്റും ഉള്ള താമസിക്കുന്ന ആൾക്കാർ സുവിശേഷ വിരോധികളായിരിക്കും. ഓക്കെ, പക്ഷെ അവരോട് നമുക്കൊരു മിഷൻ ഉണ്ട്. നമ്മുടെ മിഷൻ എന്ന് പറഞ്ഞാൽ കർത്താവിനെ വെളിപ്പെടുത്തുക എന്നുള്ളതാണ്. ദാറ്റ് ഇസ് ദ ഓൺലി മിഷൻ ദാറ്റ് വി ഹാവ്. അത് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അവർ നന്നാകണം നമുക്ക് പറയാൻ പറ്റില്ല. വി നീഡ് ടു കീപ് ഓൺ വിറ്റ്നസിങ് ടു ദം. അവരെ ഓടിച്ചു കളയുകയല്ല ചെയ്യുന്നത്, അവരെ അടുത്ത് നിർത്തി അവരെ കൂടുതൽ സ്നേഹിച്ച് അവരെ പരിഗണിച്ച് അവരോട് വിറ്റ്നസ് ചെയ്യുന്നത്. പലപ്പോഴും നമുക്ക് മറ്റുള്ളവരുടെ ഭയം തോന്നുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? അവർക്ക് നമ്മളെക്കാൾ ശക്തി ഉണ്ടെന്നുള്ളത് കൊണ്ടും അവരുടെ മതം നമ്മളെക്കാൾ സ്ട്രോങ് ആണെന്ന് വിശ്വസിക്കുന്നതുകൊണ്ടാണ്. എന്തുകൊണ്ടാണ് നമ്മൾ സ്ട്രോങ് അല്ലാത്തത്? ബിക്കോസ് വി ആർ നോട്ട് ഹോൾഡിംഗ് ഓൺ ടു ദ ട്രൂത്ത് ഓഫ് ദ ലോർഡ്. കർത്താവിന്റെ സത്യങ്ങളിൽ നമ്മൾ ഉറച്ചു നിൽക്കാത്തത് കൊണ്ടാണ്. ഓക്കെ, കർത്താവ് പറയാണ്, ഇനി 4 മാസം കഴിഞ്ഞ് കൊയ്ത്തു വരുന്നു നിങ്ങൾ പറയുന്നില്ലയോ? നിങ്ങൾ തലപൊക്കി നോക്കിയാൽ നിലങ്ങൾ ഇപ്പോൾ തന്നെ കൊയ്ത്തിന് വെളുത്തിരിക്കുന്ന കാണുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. വിതയ്ക്കുന്നവനും കൊയ്യുന്നവനും ഒരുമിച്ച് സന്തോഷിപ്പാൻ തക്കവണ്ണം കൊയ്യുന്നവൻ കൂലി വാങ്ങി നിത്യജീവങ്കിലേക്ക് വിളവ് കൂട്ടിവെക്കുന്നു. വിതയ്ക്കുന്ന ഒരുത്തൻ കൊയ്യുന്ന മറ്റൊരുത്തൻ എന്നുള്ള പഴഞ്ചൊല്ല് ഇതിൽ ഒത്തിരിക്കുന്നു. നിങ്ങൾ അധ്വാനിച്ചിട്ടില്ലാത്തത് കൊയ്യുവാൻ ഞാൻ നിങ്ങളെ അയച്ചിരിക്കുന്നു. മറ്റുള്ളവർ അധ്വാനിച്ചവരുടെ അധ്വാന ഫലത്തിലേക്ക് നിങ്ങൾ പ്രവേശിച്ചിരിക്കുന്നു. അപ്പൊ കർത്താവ് പറയുന്ന ഈ ശമരിയക്കാരി സ്ത്രീയുടെ കോണ്ടെക്സ്റ്റിൽ പശ്ചാത്തലത്തിൽ കർത്താവ് ശിഷ്യന്മാരോട് പറയുകയാണ്, നിങ്ങൾ ഇനി പോയി കൊയ്താൽ മതി എന്നുള്ള അവസ്ഥയിലുള്ള അധ്വാനം ഇവരുടെ ഇടയിൽ നടന്നിട്ടുണ്ട്. ഇവരുടെ ഇതെല്ലാം കാത്തിരിപ്പ് വളർന്നിട്ടുണ്ട്. ഈ വിതച്ചവൻ ആരാണോ ഇതെല്ലാം വിതച്ചത് അവരെല്ലാം സന്തോഷിക്കുന്ന ഒരു കൊയ്ത്ത് കാലത്തേക്ക് ദൈവം വേലക്കാരെ അയക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ കൊയ്ത്ത് വളരെയുണ്ട്, വേലക്കാരോ ചുരുക്കം. താഴോട്ട് വരുമ്പോൾ കർത്താവ് പറയുന്ന കാര്യമാണ്, ഓക്കെ, ഓക്കെ. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു? ഈ വിതയ്ക്കാനും കൊയ്യാനും അതിൽ സന്തോഷിക്കാനും കർത്താവിന്റെ വേല പൂർത്തിയാക്കാനും നമുക്കും ഏറ്റവും കൂടുതൽ ഇന്ന് നമ്മുടെ മുമ്പിലുള്ളൊരു നീഡാണ് ഈ കൊയ്യുവാൻ ആളുകളില്ല എന്ന് പറയുന്നത്. ഇപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങളോട് പറഞ്ഞെന്നറിയില്ല, ഞങ്ങളുടെ വീട്ടിലൊരു പെൺകുട്ടിയുണ്ട്, ആര്യ എന്ന പേരിലൊരു പെൺകുട്ടിയുണ്ട്. അപ്പം ഇവരുടെ കുടുംബത്തിന് അറ്റൻഡ് ചെയ്യാനുള്ള ഏതെങ്കിലും ഒരു ചർച്ച് ആ ദേശത്ത് കിട്ടുമോ എന്നറിയാൻ വേണ്ടി നമ്മുടെ പഴയ ആത്മീക ബന്ധത്തിലുള്ള ഒരു ചർച്ച് ലീഡറിനോട് ഞാൻ ഫോൺ ചെയ്ത് ചോദിച്ചു, അങ്ങനെ ചർച്ച എവിടെയെങ്കിലും കിട്ടാനുണ്ടോ? അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഒരു രക്ഷയില്ല, നമുക്ക് അങ്ങനെ ഒരാളെ ഏൽപ്പിച്ചു കൊടുക്കാവുന്ന ഒരു സഭ എന്ന് പറയാൻ ഇന്നത്തെ കാലത്ത് ഭയങ്കര പ്രയാസമാണ്. നമുക്കത് വിശ്വസിച്ചേൽപ്പിക്കാനുള്ള സഭ, നിങ്ങൾ ആലോചിച്ച് നോക്കി, എത്രയോ പെന്തക്കോസ്ത് സഭകൾ അവിടെ ഇവിടെ എല്ലാം ഉണ്ടാകുന്നുണ്ട്. ഏൽപ്പിച്ചു കൊടുക്കാൻ പറ്റുന്നില്ല. വിളവ് പാകമാണ്, പക്ഷെ കൊയ്തെടുക്കാൻ ആളില്ല. ഒരു സഭയിലേക്ക് പറഞ്ഞു വിടാൻ പറ്റാത്ത കഷ്ടം, പെയിൻ. നമ്മൾ എങ്ങോട്ട് പറഞ്ഞു വിടും? ഇത് കേരളത്തിൽ മുഴുവൻ നമ്മൾ നേരിടുന്ന ഒരു പ്രതിസന്ധിയാണ്. കർത്താവിന് വേണ്ടി നിൽക്കുന്ന കൂട്ടങ്ങൾ, അവന്റെ മഹത്വത്തെ പ്രതിഫലിപ്പിക്കുന്ന, അവനെ ആഗ്രഹിക്കുന്ന കൂട്ടങ്ങൾ, അങ്ങനെ കൂട്ടങ്ങളെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല. ഇത് പ്രധാനപ്പെട്ട പെന്തക്കോസ്ത് ചർച്ചിലെ ലീഡർ പറഞ്ഞാണ്. ലീഡർ എന്ന് പറഞ്ഞാൽ ടോപ്പ് ലീഡേഴ്സ് 4 ടോപ്പ് ലീഡേഴ്സ് ഒരാൾ പറഞ്ഞാണ്.
ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പെന്തക്കോസ്ത് സഭയുടെ കേരളത്തിലെ പ്രസിഡന്റ് ആണ്, വൈസ് അസിസ്റ്റന്റ് ആണ് അദ്ദേഹം ഈ പറഞ്ഞത്, സെക്കൻഡ് ഇൻ കമാൻഡ്. ഒരൊറ്റ സഭ പോലും കാണിച്ചു തരാനില്ല. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു ഏതെങ്കിലും ഒരു കുടുംബം ഇവരെ മെന്റർ ചെയ്യാൻ പറ്റുമോ എന്നുള്ള ഉണ്ടോന്ന് അന്വേഷിക്കാം. ഇതാണ് മറ്റ് ജാതികളിൽ നിന്ന്, മതത്തിൽ നിന്ന് ആളുകൾ വിളഞ്ഞ ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷെ കൊയ്തെടുക്കാൻ, കറ്റ കരുതി വെക്കാൻ, നെല്ല് സംഭരിക്കാൻ, ഹാർവെസ്റ്റ് ചെയ്യാൻ ആളില്ല. പക്ഷെ അതേസമയത്ത് നോർത്ത് ഇന്ത്യയിലൊക്കെ ഇഷ്ടംപോലെ ആൾക്കാർ പോകുന്നുണ്ട്. പക്ഷെ നമ്മൾ ഈ ചർച്ചുകൾ ഇവിടെയുള്ള സ്ട്രോങ് ചർച്ചുകൾ ഇവിടെ ഉണ്ടാകാൻ എന്താ ചെയ്യുക? സോ വി നീഡ് ടു ബിൽഡ് ചർച്ചസ് എവരിവെയർ. ഒരു നെറ്റ് ഉണ്ടാകണം. നമ്മുടെ പേര് ചർച്ച തുടങ്ങണ്ട. എവിടെയെങ്കിലും സഭകൾ ഈ പാവങ്ങളെ സ്വീകരിക്കാൻ, അവരെ വളർത്താൻ, ക്രിസ്തുവിൽ ഉറപ്പിക്കാൻ പറ്റുന്ന സഭകൾ, അത് ഏത് ബ്രാൻഡിലുള്ളതായാലും, we need churches everywhere in every street. അപ്പൊ കേരളത്തിൽ ഇത്രയും വലിയൊരു ദാരിദ്ര്യം ഉണ്ടെങ്കിൽ വെളിയിലുള്ള അവസ്ഥ എന്തായിരിക്കും? സോ ഹ്യൂജ് വർക്ക് റിമൈനിങ് ടു ബി ഡൺ, ഹ്യൂജ് വർക്ക്. ഓക്കെ, അപ്പൊ ഇതൊരു പ്രധാനപ്പെട്ട വിഷയമാണ്. ഈ ശമരിയാക്കാരുടെ അടുത്തേക്ക് വരുമ്പോഴല്ലേ ശിഷ്യന്മാർക്ക് മനസ്സിലാകുന്നത്, അയ്യോ എന്തുമാത്രം വർക്കാ ഇവിടെ കിടക്കുന്നത്. കർത്താവ് പറയാ, കൊയ്താ മതി, എല്ലാം വിളച്ചിട്ടിരിക്കുക. ഇവിടെ ഫീൽഡിൽ ഇഷ്ടം പോലെ ആൾക്കാർ വിശ്വാസം സ്വീകരിക്കാൻ തയ്യാറായിട്ട് ഇങ്ങോട്ട് വിളിക്കുന്നവര് പറഞ്ഞു വിടാം സഭയിൽ. ഇപ്പൊ സൂം ആയതുകൊണ്ട് ആശ്വാസം. പക്ഷെ ഇത് കഴിയുമ്പോൾ എന്ത് ചെയ്യും? ദേ നീഡ് എ ഫിസിക്കൽ ഫെലോഷിപ്പ്, ദേ നീഡ് ബ്രേക്കിംഗ് ഓഫ് ബ്രെഡ്. ഞാൻ വിചാരിക്കുകയാണ് നമ്മൾ പ്രാർത്ഥനയുടെ ഒരു പ്രധാനപ്പെട്ട വിഷയം ഈ ആത്മീക ശുഷ്കതയിൽ നിന്ന്, ദാരിദ്ര്യത്തിൽ നിന്ന് നമ്മുടെ ഈ നാട് രക്ഷപ്പെടാൻ വേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിക്കണമെന്ന് വിചാരിക്കുകയാണ്. ഇറ്റ്സ് നോട്ട് അബൌട്ട് വീസ് ഗോയിങ് ഓൺ ആൻഡ് സ്പ്രെഡിങ് അവർ ബ്രാൻഡ്. ഒരിക്കലുമല്ല. എല്ലായിടത്തും കർത്താവിനെ സ്വീകരിക്കുന്ന ശിഷ്യന്മാരെ കർത്താവ് ഒരുക്കിയിട്ടുണ്ടാവും. അവരൊന്ന് ഐഡന്റിഫൈ ചെയ്യാനും കണ്ടെത്താനും, അവരിലേക്ക് ഈ മറ്റ് ജാതികളിൽ നിന്ന് വരുന്നവർക്ക് സമാധാനമായിട്ട് ചൂഷണം ചെയ്യപ്പെടാതെ ക്രിസ്തുവിനെ കണ്ടെത്താൻ, അധികാര കേന്ദ്രങ്ങളുടെ എന്താ പറയുന്നത് കീഴിലായി പോകാതെ, സ്പിരിച്വൽ സ്ലേവ്സ് ആയി പോകാതെ, കർത്താവിൽ സ്വാതന്ത്ര്യം പ്രാപിക്കാൻ, സ്വാതന്ത്ര്യത്തിലേക്ക് നടത്തുന്ന സഭകൾ ഉണ്ടാകുവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കുകയോടെ ചെയ്യാം. ഓക്കെ, നിങ്ങൾ തലപൊക്കി നോക്ക്. കൊയ്ത് ശരിക്കും ഞാൻ അത്ഭുതപ്പെട്ടിട്ടുണ്ട്. എനിക്ക് വരുന്ന പല ഫോൺ കോളുകളും മെസ്സേജുകളും, അവർക്കൊന്നും ഒരു ചർച്ചിൽ പോകാൻ, ചർച്ചൊന്നും അറിയില്ല പല സ്ഥലത്തു നിന്ന്, അക്രൈസ്തവർ. സോ സാഡ്. പക്ഷെ ഇതിനകത്തുള്ള രാഷ്ട്രീയം ഒരിക്കലും തീരുകയില്ല. നമുക്ക് വലിയ വലിയ ഇഷ്യൂസ് അല്ലേ സെറ്റിൽ ചെയ്യാൻ കിടക്കുന്നത്, എന്നിട്ടല്ലേ മറ്റുള്ളവരുടെ ചെറിയ ചെറിയ വിഷയങ്ങൾ. ഓക്കെ, അപ്പോൾ നമ്മൾ അധ്വാനിച്ചിട്ടില്ലാത്ത ഫലം കൊയ്യാൻ പോലും നമുക്ക് ആളുകളില്ല. നമ്മൾ അധ്വാനിച്ചിട്ടുള്ള ഫലം നമ്മൾ അധ്വാനിച്ചിട്ടില്ലാത്ത ഫലം കൊയ്താൽ മാത്രം മതി, അതിന് പോലും ഇന്ന് ആളുകളില്ലാത്ത അവസ്ഥയാണ്. 39 വാക്യത്തിൽ, ഞാൻ ചെയ്തതൊക്കെയും അവൻ എന്നോട് പറഞ്ഞു എന്ന സ്ത്രീ സാക്ഷ്യം പറഞ്ഞ വാക്ക് നിമിത്തം ആ പട്ടണത്തിലെ പല ശമരിയരും അവനെ വിശ്വസിച്ചു. 40ാമത്തെ വാക്യം, അങ്ങനെ ശമര്യർ അവന്റെ അടുക്കൽ വന്നു തങ്ങളോട് കൂടെ പാർക്കണം എന്ന് അവനോട് അപേക്ഷിച്ചു. അതിലെ പാസ് ചെയ്യാത്ത ആൾക്കാര് യഹൂദന്മാരെ കണ്ട ഓടിക്കുന്ന ശമരിയാക്കാര്, അവരെന്ത് വലിയ കാത്തിരിപ്പായിരുന്നു നോക്കി. 2 ദിവസം കർത്താവ് ശമര്യ പട്ടണത്തിൽ പാർത്തു. ദാറ്റ് ഇറ്റ് സെൽഫ് ഈസ് എ മിറക്കിൾ. അതാണ് കർത്താവിന്റെ ശുശ്രൂഷയുടെ പ്രത്യേകത. കാറ്റുപോലെയാണ്. നമ്മൾ കാറ്റുപോലെ എന്ന് പറഞ്ഞാൽ അറിയല്ലേ, കാറ്റുപോലെയാണ്. അത് എവിടെയായാലും കുഴപ്പമൊന്നുമില്ല, എവിടെ വേണേലും വീശാം. ഈസ് അവൈലബിൾ ടു ഓൾ, ഓപ്പൺ ടു ഓൾ. ആരുടെ ആളല്ല. ഞാൻ യഹൂദനാണ്, അപ്പൊ യഹൂദനെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് അങ്ങനെയില്ല, കാറ്റുപോലെയാണ്. ഓക്കെ, അവിടെ അവൻ 2 നാൾ അവിടെ പാർത്തു. ഏറ്റവും അധികം പേർ അവന്റെ വചനം കേട്ട് വിശ്വസിച്ചു. അടുത്താണ് അതിനകത്തെ വാക്യം, 42ാം വാക്യം. ആ സ്ത്രീയോട് ഇവർ പറയുവാണ്, ഈ വന്നവർ പറയുവാണ്, നിന്റെ വാക്ക് കേട്ടോണ്ട് ഞാൻ വിശ്വസിച്ചതെന്ന് വിചാരിക്കണ്ട. പാവം, അവർക്കൊരു ക്രെഡിറ്റ് കിട്ടിയില്ല. ഇന്നത്തെ കാലത്ത് പാസ്റ്റർമാർ യുദ്ധം ചെയ്യുന്ന ഞാൻ അവരുടെ ആദ്യ സുവിശേഷം പറഞ്ഞത് എന്ന് പറഞ്ഞുകൊണ്ടാണ്.
ഇവിടെ ശമരിയാക്കാരി സ്ത്രീയോട് അവർ പറയാണ്, നിന്റെ വാക്ക് കേട്ടിട്ടൊന്നും അല്ല ഞങ്ങൾ ഇപ്പൊ വിശ്വസിക്കുന്നത്. നീ പറഞ്ഞത് ശരിയാണ്, സമ്മതിച്ചു, പക്ഷെ ക്രെഡിറ്റ് നിനക്കുള്ളതല്ല. കാരണം ഞങ്ങൾ തന്നെ കേൾക്കുകയും അവൻ സാക്ഷാ ലോകരക്ഷിതാവെന്ന് അറിയുകയും ചെയ്തിരിക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു. അവർ പറഞ്ഞു ഏറ്റവും അധികം അവന്റെ വചനം കൈക്കൊള്ളുന്നു. നിങ്ങൾക്കറിയാമോ, ഒരു രഹസ്യമോട് ഞാൻ പറയാം. ശരിക്കും കർത്താവിന്റെ ശുശ്രൂഷയിലെ ആദ്യത്തെ ഫലങ്ങളായി ഇവര്, അല്ലെ? കുറച്ച് ശിഷ്യന്മാര് മാത്രമേ ഉള്ളൂ. അപ്പൊ വൻതോതിൽ ആളുകൾ കർത്താവിനെ കേൾക്കുന്ന ഫസ്റ്റ് ഇൻസ്റ്റൻസ് ആണ് നമ്മൾ ഇവിടെ ഈ 4-ാം അധ്യായത്തിൽ ശമരിയാക്കാരാണ്. യഹൂദന്മാർ ശത്രുക്കൾ എന്ന് കാണുന്ന ശമരിയാക്കാരാണ്. നിങ്ങൾക്കറിയാമോ, ഇസ്ലാമിലും മറ്റു മതങ്ങളിലും എല്ലാം ഈ വിളഞ്ഞ പാടങ്ങളുണ്ട്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം സൗദി അറേബ്യയിൽ പോയപ്പോഴാണ് മനസ്സിലായത്. പക്ഷെ അവരെടുത്ത് അപ്രോച്ച് ചെയ്യാൻ ആൾക്കാരില്ല, അവർ ശത്രുക്കളായിട്ടാണ് അവർ കാണുന്നത്. വിളഞ്ഞ പാടങ്ങളുണ്ട്, എല്ലായിടത്തും ഉണ്ട്. ഒരുപക്ഷെ വൻ ജനക്കൂട്ടം ഇനി വരാനിരിക്കുന്നേ ഉള്ളൂ. ഇറാനിലൊക്കെ നടക്കുന്ന സ്നാനങ്ങളെ കുറിച്ച് പലപ്പോഴും, രഹസ്യ സ്നാനങ്ങളെ കുറിച്ചൊക്കെ പലപ്പോഴും റിപ്പോർട്ട് വരാറുണ്ട്, മലേഷ്യയില്. സോ ഓപ്പൺ ഫീൽഡ്സ് ആർ എവറിവെയർ ഇൻ ദ എൻഡ് ടൈംസ്. ഓക്കെ, ഞങ്ങൾ ലോകരക്ഷിതാവ് എന്നറിഞ്ഞിരിക്കുന്നെന്ന് പറയുന്നത്. ഇറ്റ്സ് നോട്ട് ജസ്റ്റ് മെസ്സയ. മെസ്സയ അവരുടെ ഒരു, ഈ യഹൂദന്മാർ വിചാരിച്ചിരിക്കുന്ന പോലെ ഒരു പൊളിറ്റിക്കൽ മെസ്സയ എന്നുള്ള രീതിയിലല്ല. ലോകത്തെ മുഴുവൻ രക്ഷിക്കാമെന്ന്, ആ റോമക്കാരെയും രക്ഷിക്കാമെന്ന്, ആ ഗ്രീക്കുകാരെയും രക്ഷിക്കാമെന്ന്, ജാതി മതവർഗം ഇല്ലാത്ത, പ്രത്യേക ഗ്രൂപ്പുകൾ ഇല്ലാത്ത സകലരെയും രക്ഷിക്കാമെന്ന ലോകരക്ഷിതാവായ കർത്താവാണ് ഇവൻ എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു എന്ന് പറയുന്നത്. ദാറ്റ് വാസ് എ ഹ്യൂജ് കൺഫെഷൻ അറ്റ് ദാറ്റ് ടൈം. അപ്പൊ കർത്താവ് ഓപ്പൺ ചെയ്യുന്ന, ഞങ്ങൾ മിഷൻ ഫീൽഡിൽ പലപ്പോഴും മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ്, ദൈവം നമ്മളെ അയക്കുമ്പോൾ, ഓരോ ദേശത്ത് അയക്കുമ്പോൾ അവിടെ ഒരു സമാധാനപുത്രൻ അല്ലെങ്കിൽ ഒരു സമാധാനപുത്രി ദൈവം നമുക്ക് തന്നിട്ടുണ്ടാവും. അവരാണ് താക്കോൽ, ആ സമൂഹത്തിന്റെ താക്കോൽ. ആ സമൂഹത്തിലേക്ക് കടന്നു ചെല്ലാൻ നമ്മൾ തപ്പേണ്ടത്, അന്വേഷിക്കേണ്ടത്, മിഷൻ ഫീൽഡിൽ എപ്പോഴും അന്വേഷിക്കേണ്ടത് സമാധാനപുത്രന്മാരെയാണ്. അതായത് പീപ്പിൾ ഹു ക്യാൻ എഗ്രി വിത്ത് us ആൻഡ് വൺ പേഴ്സൺ, ദാറ്റ്സ് ഇനഫ്. അവരിലൂടെയാണ് മറ്റുള്ളവർ ഇത് മനസ്സിലാക്കുന്നത്. അപ്പോൾ ആരെയാണ് കർത്താവ് നിയോഗിക്കുന്നത്, അവരിലേക്ക് ഇത് ഷിഫ്റ്റ് ചെയ്യാനും അവരിലൂടെ അത് വളർത്താനും നമ്മൾ മാറി നിൽക്കാനും മാറിപ്പോകാനും നമുക്ക് കഴിയും. ഓക്കെ, അപ്പോൾ ഏത് ദേശത്ത്, ഇപ്പൊ കർത്താവ് ഒരൊറ്റ വ്യക്തിയിലൂടെയാണ് ആ ദേശത്തെ മുഴുവൻ, ഒരാളുടെ സാക്ഷ്യമാണ് ആ ദേശത്തെ മുഴുവൻ വിടുവിക്കുന്നത്. സോ എവറി ടെസ്റ്റിമണി ഈസ് ഇമ്പോർട്ടൻറ്റ്. നമ്മൾ ആരാണെന്നുള്ളതല്ല, എന്ത് കപ്പാസിറ്റി നമുക്കുണ്ടെന്നുള്ളതല്ല, നമുക്ക് കർത്താവിന് വേണ്ടി, ദൈവത്തിന് വേണ്ടി, അവന്റെ രാജ്യത്തിന് വേണ്ടി ചെലവിട്ടു പോകാനും ആളുകളെ നേടാനും നമ്മുടെ ഒരു കഴിവ് അവിടെ ഒരു പ്രശ്നമേ അല്ല. അപ്പൊ നമ്മൾ ആരാണെന്നുള്ളത് അവിടെ പ്രശ്നമല്ല. 2 ദിവസം കഴിഞ്ഞ് അവൻ അവിടെ വിട്ട് ഗലീലയിലേക്ക് പോയി. പ്രവാചകന് തന്റെ പിതൃദേശത്ത് ബഹുമാനമില്ല എന്ന് യേശു തന്നെ സാക്ഷ്യം പറഞ്ഞിരുന്നു. അപ്പോൾ ലോകത്ത് ഒരു പ്രവാചകനും അവന്റെ സ്വന്തം നാട്ടിൽ സമ്മതനല്ല. അതിന്റെ കാരണം എന്താണെന്നറിയോ? നിങ്ങൾ ഒരുപക്ഷെ ചിന്തിച്ചിട്ടുണ്ട്, എന്തുകൊണ്ടാണ് സ്വന്തം നാട്ടിൽ ഒരു പ്രവാചകൻ സമ്മതനല്ലാത്തത്? ഇപ്പൊ നമ്മളൊന്ന് ആലോചിക്കുക, നമ്മുടെ അടുത്ത വീട്ടിൽ ഉള്ള ആളായിരുന്നു യേശു ക്രിസ്തുവെങ്കിൽ നമുക്ക് വിശ്വസിക്കാൻ ഭയങ്കര പാടായിരിക്കും, നമ്മൾ എന്തും കണ്ടുകൊണ്ടിരിക്കുന്ന ആളാണെങ്കിൽ. ഇപ്പൊ ഞാൻ അതിന്റെ ഒരു എക്സാമ്പിൾ പറയാം. ആ സഹോദരി ഇപ്പൊ ജോയിൻ ചെയ്തിട്ടുണ്ടോന്ന് അറിയത്തില്ല, ഒരുപക്ഷെ ഉണ്ടാവുമായിരിക്കാം, ഇല്ലായിരിക്കാം. അത് ആ സിസ്റ്ററിനെ ഞാൻ കുടുംബമായിട്ട് ഞങ്ങൾ ആദ്യമായിട്ട് കാണുമ്പോൾ ആ സിസ്റ്റർ ഞങ്ങളെ വളരെ ബഹുമാനത്തോടെ സ്വീകരിക്കുകയും, ഓ യൂട്യൂബിലൊക്കെ പ്രസംഗിക്കുന്ന ആള് നേരിട്ട് വന്നൊന്ന് വിശ്വസിക്കാൻ പറ്റുന്നില്ലെന്ന് പറയുകയും ചെയ്തു. എനിക്ക് ഭയങ്കര അമ്യൂസിംഗ് ആയിട്ട് തോന്നിയത്. ഞാൻ ആ സിസ്റ്റർ പറഞ്ഞു, ഞാൻ യൂട്യൂബിലൊന്നും പ്രസംഗിച്ചിട്ടില്ല, ഞാൻ സാധാരണ പുൾപിറ്റിൽ സാധാരണ ചർച്ചിൽ പ്രസംഗിക്കുന്ന ആളാണ്, പിന്നെ ഇത് ആരുണ്ടൊക്കെ യൂട്യൂബിൽ ഇട്ടെന്നുള്ളതേ ഉള്ളൂ, അപ്പൊ ഞാനല്ല യൂട്യൂബിൽ പ്രസംഗിച്ചത്, പിന്നെ ഇപ്പൊ ഇതെല്ലാം യൂട്യൂബിൽ വരും, അപ്പം യൂട്യൂബിൽ പ്രസംഗിക്കുന്ന ആളെന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? കാര്യമില്ലല്ലോ. അപ്പൊ അവർക്ക് വലിയ അത്ഭുതമാണ്, ഓ യൂട്യൂബിൽ പ്രസംഗിക്കുന്നയാള്, സിനിമയിൽ അഭിനയിക്കുന്ന ആൾ വന്നെന്നൊക്കെ പറഞ്ഞ പോലെ. അത് ഭയങ്കര ഒരു എന്താ പറയുന്ന ഒരു അപ്പീല, ഓ ഇയാള് പറഞ്ഞതല്ലേ.
പക്ഷെ അതേ സമയത്ത് എന്നും കാണുന്ന ആൾക്കാരോ, ഓ അവനല്ലേ, ഇന്നലെ നമ്മുടെ അടുത്ത് അവനോ അവൻ പ്രവാചകനാണോ, ഓ അത് ശരി, ഓ അവനൊക്കെ പ്രവാചകനായോ എന്ന രീതിയിലായിരിക്കും ഈ എപ്പോഴും കാണുന്നവർ ചിന്തിക്കുന്നത്. ടു മച്ച് ഫെമിലിയാരിറ്റി ബ്രീഡ്സ് കണ്ടംപ്റ്റ് എന്ന് പറയുന്ന പോലെയാണ്. കർത്താവ് പറയുന്നത് ഒരു പ്രവാചകനും സ്വന്തം നാട്ടിൽ അത്ര അപ്രീഷിയേറ്റഡ് ആയിരിക്കില്ല, വീട്ടിൽ പ്രത്യേകിച്ചും, അല്ലെ നാട്ടിലും അങ്ങനെ ആകണം നിർബന്ധമില്ല. പക്ഷെ കർത്താവ് അങ്ങനെ അല്ലായിരുന്നു കേട്ടോ. കർത്താവ് അങ്ങനെ അല്ലായിരുന്നു. ഒരു പ്രവാചകനും സമ്മതനല്ല. കാരണം ഈ പ്രവാചകനെ നോക്കുമ്പോൾ എന്നെ പോലെ സമസ്വഭാവമുള്ള ആളാണല്ലോ. ഉദാഹരണത്തിന് ഏലിയാവിനെ കണ്ട്. ഇപ്പൊ ഏലിയാവിന്റെ അടുത്ത് താമസിക്കുന്ന ആൾക്ക് ഏലിയാവിൻ രാവിലെ എഴുന്നിട്ട് പല്ല് തേക്കുന്നു, മുഖം കഴുകുന്നേ, പനി വരുന്നു, ജലദോഷം വരുന്നു, നോർമൽ മാൻ. ഇവനാണോ പ്രവാചകൻ? എന്നെ പോലെ തന്നെ ഉണ്ടല്ലോ. സോ വാട്ട് വാല്യൂ ഇസ് ദർ? അങ്ങനെ ചിന്തിക്കുന്നത്. ഓക്കെ, ഈ കർത്താവ് പ്രവാചകന്മാരായിട്ട് വയ്ക്കുന്നവരും ശുശ്രൂഷക്കാരായിട്ട് വയ്ക്കുന്നവരൊക്കെ വെറും നമ്മളെപ്പോലെ, നമ്മളെക്കാളും ബലഹീനരായ മനുഷ്യരാണ്. പണ്ട് ആരാണ്ട് പറഞ്ഞാൽ ഞാൻ കേട്ടിട്ടുണ്ട്, ഏതോ ഒരു സിനിമാ നടനെയോ ക്രിക്കറ്റ് സ്റ്റാറിനെ കണ്ട് പുള്ളി നേരിട്ട് കണ്ടു. നേരിട്ട് കണ്ടപ്പോഴാണ് മനസ്സിലാകുന്നത് നമ്മളെ പോലെ തന്നെയുള്ള ഒരാളാണെന്ന് പുള്ളി പറയാം. എന്ത് ചെയ്യും? അതുവരെ ഇവർ വിചാരിച്ചിരുന്നു ഇവരുടെ സൈസും ഷേപ്പും ഒക്കെ വലിയ വ്യത്യാസമാണ്, അവര് ഭയങ്കര ഒരു ഗ്ലാമർ, ഇതൊക്കെ ക്യാമറകളെ കാണുമ്പോഴേ ഉള്ളൂ. ബാക്കിയെല്ലാം സാധാരണ മനുഷ്യരാ, നമ്മളെ പോലെ. അപ്പൊ പ്രവാചകന്മാർ അങ്ങനെ തന്നെയാ. യേശു അങ്ങനെയായിരുന്നു, വെരി ഓർഡിനറി. തച്ചന്റെ പണിയും ചെയ്ത് സ്വസ്ഥമായിട്ട് കുടുംബത്തിനകത്ത് താമസിച്ച ഒരു സാധാരണ മനുഷ്യനായിരുന്നു കർത്താവ്. അപ്പൊ അങ്ങനെ ഒരു പ്രവാചകനാണെന്ന് വിശ്വസിക്കാൻ ആകെ മറിയമിന് മാത്രമേ പറ്റിയിട്ടുള്ളൂ എന്ന് ഞാൻ വിചാരിക്കുമായിരുന്നു, അമ്മയായ മറിയമിന് മാത്രം അന്നത്തെ കാലത്ത്. കാരണം ഷീ ന്യൂ ഹൗ ഹി കെയിം. ബാക്കിയുള്ളവർക്ക് ആർക്കും അത് അറിയത്തില്ല. സോ പ്രവാചകന്മാരെ, ഇവൻ സഹോദരങ്ങൾ പോലും ആദ്യം കർത്താവിനെ അക്സെപ്റ്റ് ചെയ്യാൻ പ്രയാസപ്പെട്ടു, മറിയം ഒഴിച്ച്. ബാക്കിയുള്ളവർക്ക് അത് വലിയ പ്രയാസമായിരുന്നു. കാരണം ദേ കുഡ് നോട്ട് ഹാവ് എനി എവിഡൻസ്. കാരണം കർത്താവ് ഒരു ഓർഡിനറി ആളായിട്ട് വന്നോണ്ട. അല്ലെ പിന്നെ എങ്ങനെ വരണമായിരുന്നു? കർത്താവ് വരുമ്പോൾ തലയുടെ പുറകിൽ ഇങ്ങനെ ലൈറ്റ് അടിക്കണം. നമ്മൾ ഈ ഫോട്ടോയിലൊക്കെ കണ്ടിട്ടില്ലേ, 80 സെക്കൻഡ് ഒക്കെ പുറകിൽ ഒരു ഹാലോ എന്ന് പറയുന്ന ഒരു സാധനം. അതില്ലെങ്കിൽ പ്രവാചകൻ എന്ത് ചെയ്യാനാ, അല്ലെ? അപ്പോൾ ഒരു പ്രവാചകനും സ്വന്തം വീട്ടിൽ സമ്മതനല്ല എന്ന് കർത്താവ് അന്ന് പറഞ്ഞിരുന്നു. ഓക്കെ, പക്ഷെ ഈ പ്രാവശ്യം ഗലീൽ വന്നപ്പോൾ ഒത്തിരി ആളുകൾ അവനെ വിശ്വസിച്ചു എന്നും ഇവിടെ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ അധ്യായങ്ങളിൽ നമ്മൾ പഠിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം, ഒന്ന്, ശുശ്രൂഷ പോകുന്ന വഴികൾ. നമ്മൾ ഇൻസിഗ്നിഫിക്കന്റ് ആയിട്ട് നമ്മുടെ ജീവിതത്തിൽ ഒന്നുമില്ല. നമ്മുടെ കണ്ടുമുട്ടുന്ന സംസാരിക്കുന്ന എല്ലാം വഴിയിലാണേലും ചായക്കടയിലാണേലും ഏത് ജീവിത സാഹചര്യത്തിലാണെങ്കിലും നമ്മൾ കണ്ടുമുട്ടുന്ന ഒരാൾ ഒരുപക്ഷെ കർത്താവ് ഒരുക്കി വെച്ചതുപോലെ ഒരു സമരക്കാരി സ്ത്രീ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു സമാധാന പുത്രനായിരിക്കാം, ആ ദേശത്തെ കർത്താവിന് വേണ്ടി നേടാനുള്ള ഒരാളായിരിക്കാം. വി നീഡ് ടു സീ എവ്രി വൺ വിത്ത് ദാറ്റ് പൊട്ടൻഷ്യൽ. കാരണം കർത്താവിന് അവരുടെ ഉള്ളവറിയാം, നമുക്ക് ഉള്ളവറിയില്ല. പക്ഷെ നമുക്ക് ഈ ഒരു കാര്യം മനസ്സിൽ വെക്കാവുന്ന കാര്യമാണ്, വേർവർ വി ഗോ വി ലുക്ക് ഫോർ ഇൻഡിവിജ്വൽസ്. ആന്ധ്രയിലായിരുന്നപ്പോൾ ഞങ്ങൾക്ക് അങ്ങനെയായിരുന്നു. 1-2 വ്യക്തികളെയാണ് ദൈവം കാണിച്ചു തരുന്നത്, ത്രൂ ദം. എപ്പോഴും അങ്ങനെയാണ്, 1 or 2 people or 1 person who can be the man of peace for me. അപ്പോൾ ആ ഒരു മിഷൻ അപ്രോച്ച് ഇവിടെ വ്യക്തമായിട്ട് നമുക്ക് കാണാൻ പറ്റും. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ കർത്താവിന്റെ ദാനം എന്താണെന്നുള്ളതാണ്. കർത്താവിന്റെ ദാനം എന്ന് പറയുന്ന ഒരു അബണ്ടന്റ് ലൈഫാണ്. നമ്മൾ ഇന്നും കർത്താവിനെ നോക്കുമ്പോൾ നമ്മൾ പ്രാപിക്കേണ്ടത് ഈ കവിഞ്ഞൊഴുകുന്ന അനുഗ്രഹമല്ല എന്ന് പറഞ്ഞ ഈ ഭൗതിക അനുഗ്രഹമല്ല, കവിഞ്ഞൊഴുകുന്ന ജീവനാണ്. അബണ്ടന്റ്ലി ഓവർഫ്ലോയിങ് ലൈഫ്, കവിഞ്ഞൊഴുകുന്ന ജീവൻ. ആ ജീവനാണ് അവന്റെ ദാനം. അതുകൊണ്ട് കർത്താവ് സമരക്കാരത്തിൽ പറഞ്ഞ്, ഞാൻ നിനക്ക് തരാൻ പോകുന്ന ഗിഫ്റ്റ് എന്താണെന്നും ദൈവിക ദാനം എന്താണെന്നും നീ ചോദിക്കുന്നത് ആരോടാണെന്നും നീ അറിഞ്ഞിരുന്നെങ്കിൽ നീ ആ ജീവന്റെ ജലമല്ലാതെ വേറൊന്നും ചോദിക്കില്ലായിരുന്നു. ദാറ്റ് വുഡ് ബി ദ ഓൺലി തിങ് ദാറ്റ് യു ആസ്ക്. കാരണം ഏറ്റവും പ്രഷ്യസ് ആയിട്ടുള്ളത് അവന്റെ ജീവന്റെ ജലമാണ്. അവൻ തരുന്ന ജീവൻ ഒരിക്കലും വിശക്കാത്ത, ദാഹിക്കാത്ത, നമ്മെ തൃപ്തരാക്കുന്ന, നമുക്ക് ഈ ലോകത്തോട് മതി എന്ന് പറയിപ്പിക്കാൻ പറ്റുന്ന, നമുക്ക് താണു പോകാനും വിട്ടുകൊടുക്കാനും ക്ഷമിക്കാനും കരുതാനും ഒക്കെ പറ്റുന്ന, അബണ്ടന്റ് ആയിട്ട് ഒരാളെ സ്നേഹിക്കാൻ പറ്റുന്ന ആ ഒരു അബണ്ടന്റ് ലിവിങ് ആണ് നമ്മൾ കർത്താവിനോട് ചോദിക്കേണ്ടത്. അതാണ് ദാനങ്ങളെ കുറിച്ച് പറയുന്നത്. പിന്നെ നമ്മൾ പഠിച്ചൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് വിശ്വാസത്തെ കുറിച്ചാണ്, പ്രാർത്ഥന, ആരാധനയെ കുറിച്ചുള്ള പാഠമാണ്.
ആരാധിക്കുന്നവരെ കുറിച്ച് ദൈവത്തിന് ഒരു ഐഡിയ ഉണ്ട്. എങ്ങനെയുള്ളവർ ആരാധിക്കുന്നതാണ് ദൈവത്തിന് ഇഷ്ടം. അത് ബൈബിളിൽ എപ്പോഴും പറയുന്നതാണ്, യാഗം കഴിക്കുന്ന നുറുങ്ങിയ ഹൃദയമാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഹൃദയങ്ങളെ തന്നെ കീറി, വസ്ത്രങ്ങളെല്ലാം ഹൃദയങ്ങളെ തന്നെ കീറി, ബ്രോക്കൺ ഹാർട്ടഡ് കർത്താവിന്റെ പ്രസൻസിലേക്ക് വരാൻ പറ്റുന്നതാണ് ശരിക്കും ഉള്ള ആരാധന. അവർക്ക് മാത്രമേ ട്രൂത്തിൽ ദൈവത്തെ ആരാധിക്കാൻ പറ്റുള്ളൂ. ട്രൂത്തിൽ ദൈവത്തെ ആരാധിക്കാൻ പറ്റും. അപ്പൊ ഈ ട്രൂത്തിലുള്ള വർഷിപ്പ്, ആത്മാവിലുള്ള വർഷിപ്പ്, ഈ വർഷിപ്പ് ഇൻ ട്രൂത്ത് ആൻഡ് സ്പിരിറ്റ് എന്നുള്ള സ്പിരിറ്റ് എസ്, ക്യാപിറ്റൽ എസ് അല്ല, സ്മോൾ എസ് ആണ്. അത് ദൈവത്തിന്റെ ആത്മാവിൽ ആരാധിക്കാന്നല്ല അവിടെ ഉദ്ദേശിക്കുന്നത്, നമ്മുടെ ആത്മാവ് തന്നെയാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവൻ വെച്ച, അകത്ത് ജീവൻ വെച്ച ദൈവത്തിന്റെ ആത്മാവ് അധിവസിക്കുന്ന, ചേർന്ന് അധിവസിക്കുന്ന നമ്മുടെ ആത്മാവ് കർത്താവിനെ പുകഴ്ത്താൻ തുടങ്ങണം. ദൈവത്തിന്റെ ആത്മാവ് കർത്താവിനെ പുകഴ്ത്തുന്നതിൽ അത്ഭുതമൊന്നുമല്ല. നമ്മുടെ ഉള്ളിൽ വന്ന് നമ്മളിലേക്ക് ജീവൻ പകർന്ന് ആ ജീവനിൽ നമ്മൾ ദൈവത്തെ, ആത്മാവിൽ വീണ്ടും ജനിച്ചവർ നമ്മുടെ ആത്മാവിൽ ദൈവത്തെ സ്തുതിക്കുക, അതാണ് ആരാധന എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ലൗകികമായ വിഷയങ്ങളെ സംബന്ധിക്കുന്നതല്ല ആരാധന, ലൗകികമായ വിഷയങ്ങളെ സംബന്ധിക്കുന്നതല്ല. അതായത് ആത്മാവിലുള്ള ആരാധനയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഞാൻ പലപ്പോഴും പിക്ചർ വരച്ചൊക്കെ കാണിച്ചു തന്നിട്ടുള്ള കാര്യമാണ്. ആത്മാവ് എന്ന് പറയുന്നത് ദൈവിക സത്യങ്ങൾ, ദൈവിക മർമ്മങ്ങൾ നമുക്ക് മനസ്സിലാക്കാനുള്ള ഭാഗമാണ് ആത്മാവ്. ദൈവിക സത്യങ്ങൾ മനസ്സിലാക്കാനുള്ള ഭാഗമാണ്. ഓക്കെ, ജഡം എന്ന് പറയുന്ന നമ്മുടെ മൈൻഡ്, അതിനകത്ത് ദൈവിക സത്യങ്ങളില്ല. അതിനകത്തുള്ളത് മുഴുവൻ നമ്മുടെ അനുദിന ജീവിതം, ഉപജീവന ചിന്തകൾ, അതെങ്ങനെ സോൾവ് ചെയ്യാം, ഇങ്ങനെയുള്ള ഒരു മാൻ ഉണ്ട് നമുക്ക്. അവിടെ അല്ല ആരാധന നടക്കേണ്ടത്. അവിടെ അല്ല ആരാധന നടക്കേണ്ടത്. ആരാധന നടക്കേണ്ടത് അതിവിശുദ്ധ സ്ഥലത്താണ്. ആരാധന നടക്കേണ്ടത് എപ്പോഴും പുതിയ നിയമത്തിലെ ഓൾ വർഷിപ്സ്, എല്ലാ വർഷിപ്പും, എവറി വർഷിപ്പ് ഹാസ് ടു ബി ഇൻ ദ ഹോളി ഓഫ് ഹോളീസ്. കാരണം അങ്ങോട്ടുള്ള കർട്ടൻ കീറിപ്പോയിരിക്കുക, അങ്ങോട്ടുള്ള കർട്ടൻ കീറിപ്പോയിരിക്കുക. അതുകൊണ്ട് ബുദ്ധിപരമായതോ എന്ന് പറഞ്ഞാൽ സംഗതികൾ വെച്ചുള്ള ആരാധന, മെഴുകുതിരി കത്തിച്ചും അങ്ങനെയുള്ള ആരാധനകളില്ല. ഫിസിക്കൽ ഇല്ല. മൈൻഡില് വരുന്ന ചിന്തകൾ, ഉദാഹരണത്തിന് കഴിഞ്ഞ ആഴ്ച നടത്തിയ, അതിന് മുമ്പത്തെ ആഴ്ച നടത്തിയ ദൈവം എത്രയോ വലിയവൻ, അതുമല്ല ആരാധന. ആത്മാവിലേക്ക് കിടക്കുന്നതാണ്. എന്ന് പറഞ്ഞാൽ തിരശ്ശീലയ്ക്ക് അപ്പുറത്തേക്കാണ്. തിരശ്ശീലയ്ക്ക് അപ്പുറത്തെ എന്താ ഉള്ളത്? എന്നേക്കുമായി അർപ്പിക്കപ്പെട്ട ക്രിസ്തുവിന്റെ ശരീരം, അവന്റെ രക്തം. അത് സ്വർഗത്തിലേക്കുള്ള തിരശ്ശീലയാണ് ശരിക്കും നമ്മുടെ ആരാധന. ഒരു ആക്ഷരികമായ ഒരു കൂടാരത്തിലേക്കല്ല നമ്മൾ വരുന്നത്, ആത്മീകമായ ഒരു കൂടാരത്തിലേക്കാണ്. ഈ ആത്മീകമായ കൂടാരത്തിന്റെ തിരശ്ശീല കീറിയാൽ അതിനപ്പുറത്തുള്ളത് ആത്മാവിലുള്ള കാഴ്ചകളാണ്. ആ കാഴ്ചകളാണ് നമ്മളെ വർഷിപ്പ് ചെയ്യിപ്പിക്കുന്നത്. അപ്പൊ ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ആത്മാവിന് തരുന്ന വെളിപ്പാടുകളാണ് നമ്മെ ആരാധനയ്ക്ക് സജ്ജരാക്കുന്നത്. ദൈവത്തെ മഹത്വപ്പെടുത്താൻ നമുക്ക് പറ്റും, ദൈവത്തിന് വർഷിപ്പ് കൊടുക്കാൻ നമുക്ക് സാധിക്കുന്നത്. ദാറ്റ്സ് വാട്ട് വി മീൻ ബൈ വർഷിപ്പിംഗ് ഇൻ ദ സ്പിരിറ്റ്. ദാറ്റ്സ് എ വർഷിപ്പ് ബിയോണ്ട് ദ വെയിൽ. ആ തിരശ്ശീലയ്ക്ക് അപ്പുറത്തുള്ള ദൈവിക സത്യങ്ങൾ, നമുക്ക് ഇന്നുവരെ പ്രവേശനമില്ലാതിരുന്ന കർത്താവിന്റെ വെളിപ്പാട്. ആ ദേവാലയത്തിന്റെ തിരശ്ശീല മുകൾ വിട്ട് താഴെ വരെ കീറിപ്പോയപ്പോൾ that rent veil showed God's acceptance of all sinners. നമുക്ക് എപ്പോഴും അകത്ത് കിടന്ന് കയറി ചെല്ലാവുന്ന ആ ദൈവിക കൃപകളുടെ ആ മനസ്സിലാക്കൽ, അതിന്റെ വെളിപ്പാടുകളിലാണ് നമ്മൾ ദൈവത്തെ ആരാധിക്കേണ്ടത്. നത്തിങ് അബൌട്ട് അവർ ഫിസിക്കൽ എക്സിസ്റ്റൻസ്, നത്തിങ് അബൌട്ട് ദ വേൾഡ് ഹിയർ, നത്തിങ് അബൌട്ട് വേർ വി ഗോ, വേർ യു ഗോ, വേർ വാട്ട് വി ഡു. നമ്മൾ എന്ത് ചെയ്യുന്നു, എങ്ങോട്ട് പോകുന്നു, ആരുടെ അടുത്ത് പോകുന്നു, ഇതൊന്നും വർഷിപ്പിന് ബാധകമല്ല. നോട്ട് ഫിസിക്കൽ, നോട്ട് മെന്റൽ, ബട്ട് സ്പിരിച്വൽ. എന്ന് പറഞ്ഞാൽ തിരശ്ശീലയ്ക്ക് അപ്പുറത്തുള്ള അതിവിശുദ്ധ സ്ഥലത്ത് കുഞ്ഞാടർപ്പിക്കപ്പെട്ട യാഗപീഠത്തിനരികെയാണ് നമ്മൾ ഓരോ സമയത്തും വർഷിപ്പിലേക്ക് ചെല്ലുന്നത്. അതായത് ഫിസിക്കൽ യാഗപീഠത്തെ കുറിച്ചല്ല പറയുന്നത്, ആത്മീകമായതും നമ്മുടെ ഇവിടെയുള്ള ഭൗമികമായ ഒരു കൂടാരമല്ലാത്തതുമായ സ്ഥിരമായ, നിത്യമായ, ഇറ്റേണലായ ഒരു വർഷിപ്പിനെ കുറിച്ചാണ് നാം സംസാരിക്കുന്നത്. നമുക്ക് അതിന്റെ ഓർമ്മയായിട്ടാണ് നമ്മൾ അപ്പവും പാനപാത്രം എടുക്കുന്നത്. കർത്താവെ, ആ റെന്റ് വെയിൽ, ടോൺ വെയിൽ, കീറിപ്പോയ ആ തിരശ്ശീലയ്ക്ക് അപ്പുറത്ത് തകർക്കപ്പെട്ട നിന്റെ ശരീരം, നിന്റെ രക്തം ഞങ്ങൾ എന്നേക്കുമായി വിടുവിച്ചതിനായിട്ട് സ്തോത്രം. ബിക്കോസ് വി ആർ നോ മോർ പാർട്ടി ടു വാട്ട് ഹാപ്പൻസ് ടു ദിസ് വേൾഡ്, വി ആർ നോട്ട് കൺസേൺഡ്. ഞങ്ങളുടെ ആരാധന മുഴുവൻ തിരശ്ശീലയ്ക്ക് അപ്പുറത്താണ്. ദേഹമെന്ന തിരശ്ശീല കീറി എന്നേക്കുമായി ജീവന്റെ വഴി തുറന്നു തന്ന കർത്താവിന്റെ യാഗപീഠത്തിന് മുമ്പിലാണ് ഓരോ പുതിയ നിയമ വിശ്വാസിയും ആരാധിക്കുന്നത്. ആ അദൃശ്യമായ തിരശ്ശീലയ്ക്ക് അപ്പുറത്തുള്ള അദൃശ്യമായ യാഗപീഠത്തിൽ, എബ്രായ ലേഖനത്തിൽ പറയുന്ന പോലെ, കൈകളാലല്ലാത്ത മഹോന്നതമായ സ്വർഗീയമായ കൂടാരത്തിലാണ് നമ്മുടെ ആരാധനകൾ അർപ്പിക്കപ്പെടുന്നത്. സോ ദാറ്റ്സ് വാട്ട് വി ലേൺ ഫ്രം ഹിയർ.
ട്രൂത്ത് ആൻഡ് സ്പിരിറ്റ്. നമുക്ക് ഓരോ അധ്യായങ്ങളും യോഹന്നാന്റെ ഓരോ അധ്യായങ്ങളിലൂടെയും കടന്നു പോകുമ്പോൾ നമുക്ക് ആ ലൈഫിനെ കുറിച്ചുള്ള ഡീപ്പർ ഇൻസൈറ്റ്സിലേക്ക് നമ്മൾ പോകും. ഏറ്റവും മനോഹരമായിട്ട് ആരാധനയെ കുറിച്ച് നമുക്ക് മനസ്സിലാകുന്ന ഈ വാക്യങ്ങളിലൂടെയാണ്. സോ നമുക്ക് പ്രാർത്ഥിക്കാം, ആ ദൈവിക വെളിപ്പാട് നമ്മളിൽ നിന്ന് ഒഴുകുന്ന ജീവജലനദികളായി നമ്മൾ ട്രൂ വർഷിപ്പേഴ്സ് ആയിട്ട് മാറുവാൻ, യഥാർത്ഥത്തിൽ ദൈവത്തിന്റെ വെളിപ്പാടിൽ അവനെ ആരാധിക്കുന്നവരായി, കൈകളാലല്ലാത്ത ആ നിത്യകൂടാരത്തിനടുത്ത് അകത്ത് അടുത്തേക്ക് കടന്നു ചെന്ന് ആ ക്രിസ്തുവിന്റെ യാഗപീഠത്തിന് മുമ്പിൽ അവനെ ആരാധിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ദാറ്റ്സ് വാട്ട് വി മീൻ ബൈ വർഷിപ്പിംഗ് ഇൻ സ്പിരിറ്റ്. ആത്മാവിൽ അവനെ ആരാധിക്കുക. സോ അവർ സ്പിരിറ്റ്സ് ഗെറ്റ് എക്സ്പോസ്ഡ് ടു ദ റെവലേഷൻ, ദ ലൈറ്റ് ഓഫ് റെവലേഷൻ ഓഫ് ദ ലോർഡ്. പ്രാർത്ഥിക്കും. ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, അങ്ങ് ആ ശമരിയക്കാരി സ്ത്രീയോട് സംസാരിച്ചതെല്ലാം ഞങ്ങളോടും കൂടെയാണ്. കർത്താവ്, ഞങ്ങളും അങ്ങേ ആരാധിക്കുന്നവരാണ്. കർത്താവ്, ഞങ്ങൾ എങ്ങനെയുള്ളവരായിരിക്കണമെന്ന് അങ്ങ് ആഗ്രഹിക്കുന്നു. കർത്താവെ, ഞങ്ങളിലുള്ള അൺട്രൂത്തിനെ കണ്ടുപിടിച്ച് കർത്താവെ ഞങ്ങളെ വിശുദ്ധീകരിക്കുന്ന സത്യത്തിലേക്ക് ഞങ്ങൾ വരണമേ. കർത്താവിനെ ഞങ്ങളെ സഹായിക്കണം. കർത്താവെ, ആ വെയിലിനപ്പുറത്ത് അങ്ങ് അനുഭവിച്ച കഷ്ടതകളുടെ യാഗത്തിന്റെ അങ്ങയുടെ പുണ്യാഹ രക്തത്തിന്റെ അടുത്തേക്ക്, കുഞ്ഞാടിന്റെ രക്തം തളിക്കപ്പെട്ട യാഗപീഠത്തിന്റെ അരികത്തേക്ക് കർത്താവ് ഓരോ നിമിഷവും ഞങ്ങൾക്ക് കടന്നു വരുവാൻ, കർത്താവെ, അങ്ങനെ ഒരു ആരാധനയിൽ ഞങ്ങൾക്ക് അങ്ങേ കണ്ടുമുട്ടുവാൻ, ഞങ്ങളുടെ ഉള്ളിലുള്ള അൺട്രൂത്ത് എല്ലാം പോയി കർത്താവെ അങ്ങ് ഞങ്ങളെ വിശുദ്ധീകരിക്കുന്ന അങ്ങയുടെ ആ കവിഞ്ഞൊഴുകുന്ന ജീവന്റെ ആ ഇമ്മെഷറബിൾ റിച്ചസിലേക്ക് ഞങ്ങളെ നടത്തുന്ന കർത്താവെ, അങ്ങയുടെ കരുണയെ ഓർത്ത് നന്ദി പറയുന്നു. ദൈവമേ, ഞങ്ങളുടെ ജീവിതം മുഴുവൻ അങ്ങേക്ക് സത്യത്തിലും ആത്മാവിലുമുള്ള ഒരു ആരാധനയായി, ഞങ്ങൾ ഫിസിക്കൽ അല്ല എങ്കിലും കർത്താവെ അത് ഞങ്ങളുടെ ശരീരത്തിലൂടെ വെളിപ്പെട്ട് വരുന്ന യാഗമായി മാറുന്ന ഒരു ആരാധനയായിട്ട് അത് വെളിപ്പെടുവാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദിയോടെ സ്തോത്രം. കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ഒന്ന് രണ്ട് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. ഓക്കെ, ഒന്ന് രണ്ട് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. ഒരു ചോദ്യത്തിന്റെ ഉത്തരം മറ്റു മതങ്ങളെ കുറിച്ചുള്ള ചോദ്യമാണ്. അത് ഞാൻ പേഴ്സണലായിട്ട് ഉത്തരം കൊടുത്തോളാം, കാരണം ഐ ഡോണ്ട് വാണ്ട് ടു റിപ്ലൈ ഹിയർ. പിന്നെ മറ്റൊന്ന്, 4 മാസം കഴിഞ്ഞ് ഹാർവെസ്റ്റ് എന്ന് പറയാൻ കാരണം എന്താണ്? ഞാൻ വിശ്വസിക്കുന്ന 4 മാസം കഴിഞ്ഞ് അവിടെ ഹാർവെസ്റ്റ് സീസൺ ആയിരുന്നു. അതൊരു എക്സാമ്പിൾ ആയിട്ട് കർത്താവ് പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. നമ്മൾ ഈ കാലങ്ങളെ കുറിച്ച് അത്ര അന്വേഷിക്കേണ്ട, അത് നമുക്കുള്ളതല്ല. അപ്പൊ ദൈവം തക്ക സമയത്തെല്ലാം ചെയ്തോളും. അപ്പം അവിടെ പറഞ്ഞിരിക്കുന്ന ഈ 4 മാസം കഴിഞ്ഞ് ആ വാക്യം 4 മാസം കഴിഞ്ഞ് വിളവെടുപ്പാണ്, കൊയ്ത്തുകാലമാണ് നിങ്ങൾ അറിയുന്നല്ലോ എന്ന് പറയാൻ കാരണം ദാറ്റ്സ് ലിറ്ററലി ദാറ്റ് അവിടെ കാണുന്ന ആ പാഠങ്ങളെ നോക്കിയായിരിക്കണം കർത്താവ് അത് പറഞ്ഞെന്ന് ഞാൻ വിചാരിക്കുന്നു. ഐ ഡോണ്ട് അറ്റാച്ച് എനി സിഗ്നിഫിക്കൻസ് ടു ദാറ്റ് 4 months there. പിന്നെ ക്യാൻ ഇമോഷൻസ് കം ഇൻ വർഷിപ്പ്? സോ വാട്ട്സ് എനി പ്രോബ്ലം ഇൻ ദാറ്റ്? നോ പ്രോബ്ലം അറ്റ് ഓൾ. അത് ഞാൻ അവസാനത്തെ പ്രാർത്ഥനയിൽ അത് സൂചിപ്പിച്ചുള്ളൂ. കാരണം ഇമോഷൻസും കൊണ്ട് വർഷിപ്പ് ആവുന്നില്ല, പക്ഷെ വർഷിപ്പിനകത്ത് ഇമോഷൻസ് ഉണ്ടാകാം. കാരണം ഇപ്പൊ നമ്മൾ കർത്താവിനെ കുറിച്ച് അറിയുമ്പം നമുക്ക് ഇമോഷൻസ് ഉണ്ടാവുമല്ലോ തീർച്ചയായിട്ടും. ഇപ്പൊ ഈ കാര്യങ്ങൾ നമ്മൾ കർത്താവിന്റെ ശരീരം നമുക്ക് അർപ്പിക്കപ്പെട്ടു കണ്ണുനീരോടെ എല്ലാം നമുക്ക് ഓർക്കാൻ പറ്റില്ല. സോ ദർ ഇസ് ഡെഫിനറ്റ്ലി ഇമോഷൻസ്. ഇമോഷൻ ഇല്ലാതെ നമ്മൾ ദൈവത്തെ വർഷിപ്പ് ചെയ്യുന്ന ഞാൻ വിചാരിക്കുന്നില്ല. ബട്ട് ഇമോഷൻസ് അല്ല ഇതിന്റെ അടിസ്ഥാനം, ആത്മാവിന്റെ വെളിപ്പാടാണ്. അത് ഒരു പിക്ചറായിട്ട് നമുക്ക് ഞാൻ വേണമെന്ന് കാണിച്ചു തരാം. ഞാൻ മനസ്സിലാക്കുന്നത്, ഞാൻ എപ്പോഴും മനുഷ്യനെ വരയ്ക്കാൻ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എങ്ങനെയാന്ന്? ഇതാ ഓക്കെ, ഒരു മിനിറ്റ്. ഓക്കെ, ട്രൂ വർഷിപ്പ് എന്ന് പറയുന്നത് മനുഷ്യൻ, ഇതാണ് മനുഷ്യൻ കേട്ടോ. ഞാൻ എപ്പോ ഇത് വരച്ചാലും മനുഷ്യനാന്ന് ഓർത്തോണേ. ഇങ്ങനെയാണ് മനുഷ്യനെ വരയ്ക്കുന്നത്. തല എന്തെന്ന് ചോദിക്കരുത്, ഇത് തലയും വാലുമുള്ള മനുഷ്യനല്ല. ഓക്കെ, ആത്മാവ്, ദേഹി, ദേഹം. അപ്പൊ എങ്ങനെയാണ് ഒരു ഹോളിസ്റ്റിക് വർഷിപ്പ് ഉണ്ടാകുന്നത്? വർഷിപ്പ് ഉണ്ടാകുന്ന ആത്മാവിലാണെന്ന്, ആത്മാവിന്റെ വെളിപ്പാടിലാണ്, ആത്മാവിൽ അത് കാണുമ്പോഴാണ് എന്ന് നമുക്കറിയാം. പക്ഷെ ആത്മാവിലുള്ള വർഷിപ്പ്, നമുക്ക് ദൈവത്തെക്കുറിച്ചുള്ള വെളിപ്പാടുകൾ തീർച്ചയായിട്ടും നമ്മുടെ മനസ്സിലേക്ക് വരണം, നമ്മുടെ ചിന്തകളിലേക്ക് വരണം. അപ്പം ആരാണ് എന്ന് നമുക്ക് ചിന്തകളിൽ അറിയാൻ പറ്റണമല്ലോ തീർച്ചയായിട്ടും. അപ്പം നമ്മുടെ ഇമോഷൻസ് എല്ലാം ഇൻ ലൈൻ വിത്ത് വാട്ട് ദ ലോർഡ് ഡിഡ്. ഇമോഷൻസ് ഇല്ല നമുക്ക് കോൾഡ് ആയിട്ട് പറയാൻ പറ്റുന്ന കാര്യങ്ങളല്ല ഇത്. കർത്താവ് എനിക്ക് വേണ്ടി മരിച്ചെന്ന് പറയുമ്പോൾ എന്റെ ഹൃദയം തകരണം. ഐ വാസ് അൺവർത്തി. എന്റെ ഹൃദയത്തിലെ പെയിൻ ഉണ്ടാകണം. ആ പെയിൻ ഉണ്ടാകണം. അതുപോലെ കൃപയുടെ ആനന്ദം, അതൊക്കെ ഇമോഷൻസ് ആണല്ലോ. അപ്പം പണ്ട് A.W. ടോസർ എഴുതിയൊരു ബുക്കുണ്ട്, A.W. ടോസർ ആണെന്ന് തോന്നുന്നത്, സ്പിരിറ്റ് കൺട്രോൾഡ് ടെമ്പറമെന്റ്. അപ്പൊ ടെമ്പറാമെന്റ്സ്, നമ്മുടെ ആ ഹ്യൂമൻ നേച്ചറിൽ ഉണ്ടാകുന്ന ഒത്തിരി മാറ്റങ്ങളുണ്ട്.
ഇതെല്ലാം വർഷിപ്പിന്റെ ഭാഗമാണ്. ശരീരം യാഗമായി മാറുന്നത്, ശരീരത്തിന്റെ പ്രവണതകൾ നമ്മൾ ക്രൂശിന് വിട്ടുകൊടുത്തിട്ട് അത് യാഗമായി മാറുന്നത്, ശരീരത്തിന്റെ പ്രവണതകളെ ജയിക്കുന്നത്, ഇതെല്ലാം ആരാധനയുടെ ഭാഗമാണ്. വർഷിപ്പ്, ഐ ബിലീവ്, ഗ്രോസ് ഫ്രം എ സ്പിരിച്വൽ റെവലേഷൻ ടു ആൻ ഇമോഷണൽ മൈൻഡ് ഫോക്കസ്ഡ് ആൻഡ് ബോഡി ടു ബോഡി പാഷൻസ്. ഇതെല്ലാം ചേർന്നുള്ള ഒരു ഹോൾ പ്രസന്റേഷൻ ബിഫോർ ദ ലോർഡ്, ഹോളി ആൻഡ് അക്സെപ്റ്റബിൾ. ആ ശരീരത്തെ യാഗമാക്കി മനസ്സ് പുതുക്കി ട്രൂവർ ഇമോഷൻസിലേക്ക്. പക്ഷെ ഇന്ന് നടക്കുന്ന ആ ചോദ്യത്തിനകത്ത് ഇമോഷൻസിനോടുള്ള വിരോധം എന്താണെന്ന് ഞാൻ മനസ്സിലാക്കിയത്, നമ്മൾ ഇന്ന് പലപ്പോഴും പെന്റക്കോസ്റ്റൽ ചർച്ചുകളിൽ കാണുന്ന വർഷിപ്പിനകത്ത് ഇമോഷണൽ മാനിപ്പുലേഷൻ ഉണ്ട്. എല്ലാ ചർച്ചകളിലും ഇല്ല. അതാണ് അപകടം ഉണ്ടാക്കുന്ന കാര്യം. ഇമോഷണൽ മാനിപ്പുലേഷൻ എന്ന് പറയുന്നത്, ഇപ്പൊ നമുക്ക് നമ്മുടെ മൈൻഡിനെ സ്വാധീനിക്കാൻ ഈ സ്റ്റേജിൽ നിൽക്കുന്നവർക്കും കഴിവുള്ളവർക്കും കൂടുതൽ സോൾ പവർ ഉള്ളവർക്കും എളുപ്പമാണ്. ഇപ്പം സ്റ്റേജിൽ നിന്നുകൊണ്ട് നമ്മുടെ ഇമോഷണലി ആ ഒരു കൺട്രോൾ തെറ്റിച്ചിട്ട് നമ്മുടെ മൈൻഡിനെ പിടിച്ചെടുക്കുന്ന തരത്തിലുള്ള സ്റ്റേജ് മാനിപ്പുലേഷൻസ്, ആ സ്റ്റേജ് മാനിപ്പുലേഷൻസ് ആണ് നമുക്ക് അപകടമായിട്ട് വരുന്നത്. സോ ഇഫ് യു ഫീൽ എനി ഇമോഷൻ ഓഫ് ലവ് towards Lord, express it before the Lord, cry before Him, kneel down, cry. What's the problem? We need to have those emotions before the Lord. നമ്മൾ ഒരു കുഞ്ഞിനെ എടുക്കുമ്പോൾ നമുക്ക് തോന്നുന്നൊരു വാത്സല്യം ഉണ്ടല്ലോ, ദൈവത്തിന്റെ അടുത്തേക്ക് ചെല്ലുമ്പം ആ റെവറൻസ് ആണ്, ഒരു ഭയം, കർത്താവ് എന്റെ ദൈവം, എന്റെ പിതാവ് എന്നൊരു ഫീലിംഗ്, നിന്റെ പുത്രനെ പോലും എനിക്ക് വിട്ടു തന്ന സ്നേഹം, അതറിയുമ്പോൾ ഹൃദയം തകർന്ന്, ദാറ്റ്സ് our emotions shall be affected. But emotions should not control the worship, but emotions shall be controlled by our worship. Our revelation should control our emotion. Emotion should not be our master. Emotion should be controlled by our revelation. വെളിപ്പാടിനാൽ നമ്മുടെ വികാരങ്ങൾ നിയന്ത്രിക്കപ്പെടണം. വികാരങ്ങൾ ഒന്നിനെ നിയന്ത്രിക്കരുത്. Okay, I hope that's clear.